നമസ്കാരം പ്രിയപ്പെട്ടവരെ. പ്രവാസി ഭാരതി വിഷ്വൽ റേഡിയോ വിനോദ പരിപാടികൾക്ക് പുറമെ തന്നെ വിജ്ഞാനപ്രദമായ നിരവധി പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്ന വിവരം നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. ഇന്ന് വിദ്യാഭ്യാസ രംഗത്തെ ചില കാര്യങ്ങളും അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റിയായ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളും വിശദീകരിക്കാം എന്ന് പ്രവാസി ഭാരതി ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രവാസി ഭാരതിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ തിരുവനന്തപുരം റീജിയണൽ ഡയറക്ടർ ഡോക്ടർ എം രാജേഷ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. സാർ നമസ്കാരം. നമസ്കാരം സാർ, നിരവധി വിദ്യാഭ്യാസ പരിപാടികൾ പ്രക്ഷേപണം ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് പ്രവാസി ഭാരതി. നേരത്തെ അതിന്റെ ഭൂതല പ്രക്ഷേപണത്തിലൂടെയായിരുന്നു 810, പിന്നീട് 1569 എന്നീ ഫ്രീക്വൻസികളിൽ നമ്മൾ അബുദാബിയിലാണ് പ്രക്ഷേപണം. എങ്കിലും തിരുവനന്തപുരത്തുള്ള സ്റ്റുഡിയോയിൽ നിന്നാണ് കൂടുതലും എക്സ്പേർട്സ് അല്ലെങ്കിൽ റിസോഴ്സ് പേഴ്സൺസ് വന്നിരുന്നത്. ഇപ്പം കാലം മാറി, രൂപം മാറി, ഭാവം മാറി. അതുകൊണ്ട് തന്നെ റേഡിയോയുടെ രൂപം മാറി. ഇപ്പം വിഷ്വൽ റേഡിയോയിലും അതോടൊപ്പം തന്നെ ഓൺലൈനിലും നമ്മുടെ റേഡിയോ പോകുന്നുണ്ട്. അപ്പം നേരത്തെയും റീജിയണൽ സെന്ററിൽ ഇഗ്നോവിന്റെ റീജിയണൽ സെന്ററിന്റെ ഡയറക്ടർമാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ലൈവായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ ലോകത്തിന്റെ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ധാരാളം പേര് അന്ന് സംശയങ്ങളൊക്കെ ചോദിച്ചു വന്നിരുന്നു. സർ, ഇഗ്നോ എന്ന് പറയുന്നത് ഞാനിതിന്റെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ലേ? അതിൽ ചെറിയൊരു തിരുത്തുണ്ട്. ഏറ്റവും വലിയ ഓപ്പൺ അല്ല, ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി. അതെ, അതൊക്കെ മേലെ. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരു 40 ലക്ഷം സ്റ്റുഡൻസ് ആണ് ഇഗ്നോയുടെ റൂൾസിലുള്ളത്. 50 കൺട്രീസിൽ 50 കൺട്രീസിൽ 40 ലക്ഷം, ഏകദേശം 40 ലക്ഷം സ്റ്റുഡൻസ് നമ്മളുടെ റൂൾസിലുണ്ട്. അപ്പം ഇതിന്റെ അടുത്ത് വരുന്ന വേറെ ഒരു യൂണിവേഴ്സിറ്റിയും ലോകത്തില്ല. അല്ലാതെ തന്നെ നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ്. എന്താണ് സാർ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകതയായി നമുക്ക് എടുത്തു കാട്ടാൻ കഴിയുന്നത്? ആദ്യം തന്നെ എനിക്ക് പറയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇഗ്നോ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഓസ്പീസസിൽ ഡയറക്റ്റ് ആയിട്ട് നടത്തുന്ന യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഇതിനൊരു പ്രത്യേക ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റീസും UGC റെഗുലേഷൻസിന്റെ കീഴിൽ വരുന്നതാണ്. സെൻട്രൽ ഗവൺമെന്റ് ഒരു സെപ്പറേറ്റ് ഗസറ്റ് വഴി പറഞ്ഞിട്ടുണ്ട്, ഇഗ്നോയിൽ UGC റെഗുലേഷൻസിന്റെ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ റിലാക്സ് വേണമെങ്കിൽ റിലാക്സ് ചെയ്യാം. കാരണം ഉണ്ട് അതിൽ. എന്താന്ന് വെച്ചാൽ നമ്മളുടെ ആ റീച്ച് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നുക്ക് ആൻഡ് കോർണറിൽ ഉള്ള റീച്ചാണ്. എല്ലാ സ്റ്റേറ്റ്സിലും ഉണ്ട്, എല്ലാ യൂണിയൻ ടെറിട്ടറീസിലും ഉണ്ട്, എല്ലാ ജില്ലകളിലും ഉണ്ട്, എല്ലാ ഡിസ്ട്രിക്ട്സിലും നമുക്ക് നമ്മളുടെ കവറേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൺവെൻഷണൽ യൂണിവേഴ്സിറ്റി ഫംഗ്ഷൻ ചെയ്യുന്ന അതേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചിലപ്പോൾ നമുക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. അതുമാത്രമല്ല, ഗവൺമെന്റ് പല സ്കീംസും നടപ്പിലാക്കുന്നത് ഇഗ്നോ വഴിയാണ്. ഉന്നത് ഭാരത് അഭിയാൻ, സ്വച്ഛ ഭാരത് അഭിയാൻ, ഇങ്ങനത്തെ പല സ്കീംസും ഇഗ്നോ വഴി നടപ്പിലാക്കുന്നുണ്ട്. അതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ തന്നെ നമുക്ക് വേറൊരു സ്ട്രക്ചറും വേറൊരു ഡിസൈനും വേണം. അതാണ് നമ്പർ 1 ഡിഫറൻസ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നോർമലി നമ്മളൊരു യൂണിവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ അതിന്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന അതിന്റെ ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. ആ ജൂറിസ്ഡിക്ഷൻ മോസ്റ്റ്ലി ആ സ്റ്റേറ്റോ ആ യൂണിയൻ ടെറിട്ടറിയോ അല്ലെങ്കിൽ ഒരു ഡിഫൈൻഡ് ഏരിയയിലായിരിക്കും. ഇഗ്നോയിൽ എന്ന് പറഞ്ഞാൽ ഇതൊരു നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ജൂറിസ്ഡിക്ഷൻ ആണ്. പാർലമെന്ററി ആക്ട് നമുക്ക് കൊടുത്തിരിക്കുന്നത് 1985 ഒരു പാർലമെന്ററി ആക്ട് പ്രകാരമാണല്ലോ ഇഗ്നോ സ്ഥാപിതമായത്. ആ പാർലമെന്ററി ആക്ട് തന്നെ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ജൂറിസ്ഡിക്ഷൻ ഇഗ്നോയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇഗ്നോയ്ക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഫംഗ്ഷൻ ചെയ്യാം, എവിടെ വേണമെങ്കിലും സ്റ്റഡി സെന്റർ സ്റ്റാർട്ട് ചെയ്യാം, എവിടെ വേണമെങ്കിലും ആക്ടിവിറ്റീസ് ഇനിഷ്യേറ്റ് ചെയ്യാം. 2. മൂന്നാമത്, ഇഗ്നോയിൽ ഒരു സ്റ്റുഡന്റ് ഇപ്പൊ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം പരീക്ഷയുടെ സമയത്ത് എവിടെയാണോ അഡ്മിഷൻ എടുത്താൽ അവിടെ എക്സാം എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പം ഇഗ്നോയുടെ ഒരു സ്റ്റുഡന്റ് കേരളത്തിൽ അഡ്മിഷൻ എടുത്തെന്ന് വെച്ചോളൂ, അദ്ദേഹത്തിന് ഗൾഫിൽ പരീക്ഷ എഴുതാം. അവിടെ എക്സാം സെന്റർ ഉണ്ടെങ്കിൽ അവിടെ അദ്ദേഹത്തിന് പരീക്ഷ എഴുതാം. അതേപോലെ തന്നെ എവിടെയാണോ അഡ്മിഷൻ എടുത്ത് അവിടെ തന്നെ ജീവിതകാലം മുഴുവൻ പഠിക്കണമെന്നില്ല. ഇപ്പൊ കുറച്ചു കാലം കഴിഞ്ഞപ്പം പലരും നമ്മളെല്ലാവരും ഒന്നുകിൽ ജോബ് ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ വരും. അപ്പൊ നമുക്ക് വെളിയിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ വേറെ ഒരു സ്റ്റേറ്റിൽ പോകണം, അല്ലെങ്കിൽ ഇന്ത്യയുടെ വെളിയിൽ പോകണം. അപ്പം ഇഗ്നോയിൽ എവിടെയാണോ സ്റ്റഡി സെന്റർ ഉള്ളത് അവിടെ ചെന്ന് പഠിക്കാൻ പറ്റും. അപ്പം ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് വിത്തൗട്ട് ഡിസ്റപ്ഷൻ. പിന്നെ ഒരു വലിയൊരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ, ഇതൊരു നാഷണൽ സിലബയാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് എവിടെ പോയാലും അതനുസരിച്ച് അതേ സിലബസ് പഠിച്ചു തന്നെ മുമ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പിന്നെ UPSC, AICTE ഇതുപോലത്തെ മിക്കവാറും എല്ലാ അക്രഡിറ്റിംഗ് ഏജൻസീസും ഇഗ്നോയുടെ പ്രോഗ്രാംസ്
അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എവിടെ പോയാലും അതിന്റെ വാലിഡിറ്റിയുടെ മേളിൽ ഒരു പ്രോബ്ലം വരുന്നില്ല. ഇപ്പം MBA ഒക്കെ ആണെങ്കിൽ ഇഗ്നോയുടെ ആണ് ഏക ഡിസ്റ്റൻസ് മോഡ് MBA അക്സെപ്റ്റഡ് ബൈ AICT. അപ്പം അങ്ങനത്തെ ചില പ്രത്യേകതകളും ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇതെല്ലാത്തിനും പുറമെ ഇന്ത്യയിലെ എല്ലാ ഡിസ്ട്രിക്ട്സിലും അല്ലെങ്കിൽ എല്ലാ ഏരിയാസിലും ഒരു ഫോക്കസും അതിന്റെ അനുസരിച്ച് ഡെവലപ്മെന്റ് പോളിസീസ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഏക യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ ഇഗ്നോ ആണ്. അപ്പോൾ ഇഗ്നോയുടെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഞാൻ കംപ്ലീറ്റ് പ്രോഗ്രാം ഇഗ്നോയുടെ ഈ പ്രത്യേകതകൾ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഒരുപാട് പ്രത്യേകതകൾ, പിന്നെ അതുപോലെ തന്നെ മറ്റു യൂണിവേഴ്സിറ്റികൾക്ക് ചെയ്യാൻ പറ്റാത്തതുമായ കാര്യങ്ങളാണ്. അപ്പൊ ഇതൊരു വാസ്തവത്തിൽ വലിയൊരു വിഷനോടുകൂടി തന്നെയാണല്ലേ ഇതിന്റെ ഒരു പാർലമെന്ററി ആക്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി മാറിയത്. ഇനി നമ്മൾ ഈ പ്രോഗ്രാംസിനെ സംബന്ധിച്ച് അങ്ങനെ ഓരോ വർഷവും നമുക്ക് പുതിയ പുതിയ പ്രോഗ്രാംസ് നമ്മൾ ആഡ് ചെയ്ത് ഇഷ്ടം പോലെ പ്രോഗ്രാംസ് ആണ് ഓരോ വർഷവും ആഡ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ വരുന്നതിന്റെ മുമ്പ് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഈ പ്രാവശ്യം തന്നെ 9 പുതിയ MBA പ്രോഗ്രാമാണ് ഇഗ്നോ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ശരി. എന്ന് പറഞ്ഞാൽ പലവരും MBAയുടെ ആംബിറ്റിൽ ഇങ്ങനത്തെ കോഴ്സസ് വരുമോന്ന് അതിശയിച്ചു പോകും. ഹെൽത്ത് കെയറിന്റെ മേളിൽ ഇപ്പൊ ഒരു പുതിയ MBA ഈ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഗ്രി ബിസിനസ് മാനേജ്മെന്റിന്റെ മേളിൽ ഒരു MBA സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ട് ഇപ്പം സ്റ്റാർട്ട് ചെയ്ത വേറൊരു MBA എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക ലോജിസ്റ്റിക് മാനേജ്മെന്റും അതിന്റെ ഒരു നൂതനമായിട്ടുള്ള ഒരു വെറൈറ്റി MBA സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല ഇവന്റ് മാനേജ്മെന്റിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹോം സയൻസിൽ ഒരു MSc പ്രോഗ്രാം ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജിയോ ഇൻഫർമാറ്റിക്സിന്റെ മേളിൽ ഒരു MSc പ്രോഗ്രാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോ കെമിസ്ട്രി ഇതിന്റെ എല്ലാത്തിന്റെയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏരിയാസിന്റെ മേളിൽ MSc പ്രോഗ്രാംസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഞാൻ ഒരു സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. ഇപ്പം സ്റ്റുഡൻസിന് ഇപ്പം മനസ്സിലാണെങ്കിൽ നമ്മൾ വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ അവർക്ക് 100 കണക്കിന് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 250 പ്രോഗ്രാംസ് ഇഗ്നോ ലൈവായിട്ട് റൺ ചെയ്യുന്നുണ്ട്. അതിലൊരു 70 പ്രോഗ്രാംസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ലെവലിൽ തന്നെയാണ്. അത് മാത്രമല്ല ബാച്ചിലേഴ്സ് ഡിഗ്രി ലെവലിലും ഇഷ്ടം പോലെ പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പൊ 4-year ഡിഗ്രി പ്രോഗ്രാം ഇപ്പൊ കേരളത്തിലൊക്കെ ഇപ്പൊ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ ഏകദേശം 1 വർഷം മുമ്പേ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 4-year ഡിഗ്രി പ്രോഗ്രാം. അതിന്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ 4-year ഡിഗ്രി പ്രോഗ്രാമിൽ ഓരോ വർഷവും എക്സിറ്റ് ഉണ്ട്. ഇപ്പം പണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഇദ്ദേഹത്തിനും അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു BA പ്രോഗ്രാം ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 3 വർഷം കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും കിട്ടും, അല്ലാതെ ഇടയ്ക്ക് വിട്ടുപോകുന്ന പരിപാടിയില്ല. ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ വർഷം കംപ്ലീറ്റ് ചെയ്താൽ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും, അണ്ടർ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ്. 2 വർഷം കംപ്ലീറ്റ് ചെയ്താൽ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിപ്ലോമ കിട്ടും നമുക്ക്. 3 വർഷം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു മേജർ ഇൻ എ പർട്ടിക്കുലർ സബ്ജക്ട് കിട്ടും. 4 വർഷം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് ഈ ഓണേഴ്സ് ഡിഗ്രി കിട്ടുന്ന വിത്ത് റിസർച്ച്. ഈ ഓണേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ചിന്റെ വേറൊരു പ്രത്യേകതയുണ്ട്. അത് കഴിഞ്ഞ് കുട്ടികൾക്ക് ഒരു നിശ്ചിത ഒരു മാർക്ക് കിട്ടുകയാണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് റിസർച്ച് പ്രോഗ്രാംസിന് അപ്ലൈ ചെയ്യാം. മാസ്റ്റേഴ്സ് ചെയ്യാതെ. നമ്മളുടെ കാലത്താണെങ്കിൽ മാസ്റ്റേഴ്സും ചെയ്യണം, പിന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്താലാണല്ലോ നമുക്ക് റിസർച്ചിൽ പോകാൻ പറ്റുന്നത്. ഇപ്പം ആ സ്കീമൊക്കെ മാറി. ഇപ്പം ജസ്റ്റ് ഈ 4 വർഷം വിത്ത് റിസർച്ച് വിത്ത് എ സർട്ടൻ പെർസെന്റേജ് കിട്ടിയാൽ നമുക്ക് എലിജിബിലിറ്റി കിട്ടുകയാണ് റിസർച്ച് ചെയ്യാൻ. അപ്പോൾ അങ്ങനത്തെ പല പ്രത്യേകതയും പല നൂതനമായിട്ടുള്ള പ്രക്രിയകളും ഇഗ്നോയിൽ വന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ ശ്രോതാക്കളോട് 1-2 കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇക്കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, +2 കഴിഞ്ഞവർ, ഡിഗ്രിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, PGക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഇന്ത്യയിലെ ഇന്ദിരാഗാന്ധി നാഷണൽ യൂണിവേഴ്സിറ്റി ആവിഷ്കരിച്ചിരിക്കുന്ന കോഴ്സുകൾ നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ ആക്ടിവിറ്റി ഉണ്ടോ അതുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റം അതിനകത്ത് വന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് മാറിയിട്ടുണ്ട് നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ ജീവിത രീതി, ഒപ്പം തന്നെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും ആശയങ്ങളും. ശരിയല്ലേ സാറേ? അത് വളരെ നമ്മുടെ ജീവിതം. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഇവന്റ് മാനേജ്മെന്റിനകത്തൊരു പ്രോഗ്രാം. ഞങ്ങളെ പോലുള്ളൊരു ഇവന്റ് ഒക്കെ ചെയ്താണ് നമ്മളിങ്ങനെ കഴിഞ്ഞു പോണത്. ഇവന്റ് മാനേജ്മെന്റ് ഹെൽത്ത് കെയറിൽ വന്നിരിക്കുന്നത്. അപ്പൊ അതൊന്നും ഒരു ഡോക്ടർ അല്ല, മനസ്സിലാക്കും അല്ലെ? അതൊരു MBBS MD എടുക്കേണ്ട കാര്യമല്ല. ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകമാനം വളരെയധികം വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. ആ സാഹചര്യത്തിൽ നമുക്കൊരു ഡോക്ടർ ആവുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഹെൽത്ത് കെയറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ജോലി സാധ്യത ഇവിടെ. അവിടെയാണ് ഇതിന്റെ പോയിന്റ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അല്പമെങ്കിലും ഈ പഠിത്തത്തിൽ താല്പര്യമുള്ളവർ സാർ നമുക്ക് തുടരാം. ഇത്തരത്തിൽ ഈ പ്രോഗ്രാംസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ഇതിന്റെ ഒരു ആവശ്യകതയ്ക്ക് വേണ്ടി ഒരു റിസർച്ച് വിങ് തന്നെ ഇപ്പൊ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ടാവുമല്ലോ. അല്ലെ? പുതിയ പ്രോഗ്രാംസിന്റെ ഐഡിയാസ് കണ്ടെത്തണം.
അതിന് വേണ്ടുന്ന പിന്നെ സിലബസ് കണ്ടെത്തണം, ഫാക്കൽറ്റി കണ്ടെത്തണം അല്ലേ? ഡെഫിനറ്റ്ലി. അതിനൊരു വലിയൊരു പ്രോസസ്സ് തന്നെയുണ്ട്. ഇഗ്നോയിൽ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ലേണിംഗ്. ഒരാൾ ജീവിതകാലം മുഴുവൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഫെസിലിറ്റേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മളുടെ ചില സ്റ്റുഡൻസിന്റെ പ്രായം എന്ന് പറഞ്ഞാൽ 90 വയസ്സുള്ള കുട്ടികളുണ്ട് നമുക്ക് പഠിക്കുന്നത്. അപ്പം അവർക്ക് എന്താന്ന് വെച്ചാൽ അവർക്ക് എന്താ പറയുന്ന ഒരു യൂത്തിന്റെ എനർജി ഈ 90 വയസ്സിലും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്രോഗ്രാംസ് ചെയ്യുന്നത്. അവർ വളരെ ഡിമാൻഡിങ് ആണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള നമ്മളുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ 80ഉം 90ഉം ഓൾഡ് ഏജ് എന്ന് പറയത്തില്ല, നമ്മളുടെ കുട്ടികളാണ്. ഈ 80ഉം 90ഉം വയസ്സുള്ള കുട്ടികളാണ് ഏറ്റവും ഡിമാൻഡിങ്. ഒരു ദിവസം അസൈൻമെന്റ് ഗ്രേഡ് അവർക്ക് ലേറ്റ് ആയിട്ട് കിട്ടിയാൽ നമ്മളുടെ അവിടെ വന്ന് അവര് ബഹളം ഉണ്ടാക്കും. ഇന്നലെ കിട്ടണ്ടായിരുന്നു, ഇന്ന് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് അവരൊന്ന് ബഹളം ഉണ്ടാക്കും. അപ്പൊ അവരുടെ ഇനിഷ്യേറ്റീവ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു വലിയൊരു അല്ലല്ലോ പഠിക്കുന്നത്. അതേ സമയത്ത് ഈ അലോങ് വിത്ത് ദ ജോബ് പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് വേണ്ടി ഒത്തിരി കോഴ്സസ് നമുക്കുണ്ട്. അതാണ് ഒരു വലിയ പ്രത്യേകത. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ MBA പ്രോഗ്രാംസ് ഒക്കെ ഈ ലോവർ മാനേജ്മെന്റ് ലെവലിൽ ജോയിൻ ചെയ്ത പല ആൾക്കാർക്കും പിന്നെയും ബിസിനസ് സ്കൂളിൽ ചെന്ന് പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവരുടെ ജോബിന്റെ കൂടെ തന്നെ ഇത് ചെയ്ത് അവരുടെ സ്കിൽസ് എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം അഗ്രികൾച്ചറൽ കോളേജസിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ വർക്ക് ചെയ്യുന്ന പലർക്കും അവർക്കുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർക്ക് തിരിച്ചു ചെന്ന് MBA ചെയ്യണമെങ്കിൽ, ഒരു അഗ്രി ബിസിനസ് സ്കൂളിൽ ചെന്ന് ജോയിൻ ചെയ്യണമെങ്കിൽ ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ അതാണ് ഇഗ്നോയുടെ ഒരു ലൈഫ് ലോങ് ലേണിംഗിന്റെ മോട്ടീവ് തന്നെ. പക്ഷേ നമ്മളുടെ ഇപ്പം ഇദ്ദേഹം ചോദിച്ച ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഈ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്നത്? അതിന് നമുക്ക് 21 സ്കൂൾസ് ഓഫ് സ്റ്റഡീസ് ഉണ്ട് ഡൽഹിയിൽ. അപ്പോൾ അതിൽ പ്രൊഫസേഴ്സ് ഉണ്ട്, അസോസിയേറ്റ് പ്രൊഫസേഴ്സ് ഉണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ഉണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ ആ ഫീൽഡിലെ എക്സ്പേർട്സിനെ വെളിയിൽ നിന്ന് സോഴ്സും ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാനേജ്മെന്റിൽ ഒരു കോഴ്സ് റൺ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ സിലബസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ IIMSന്ന് അതിനെ പറ്റിയുള്ള ഫോർ എക്സാമ്പിൾ IIMSന്ന് നമ്മൾ എക്സ്പേർട്സിനെ വിളിക്കും. അതേപോലെ ഏത് ഫീൽഡ് നമ്മൾ എടുക്കുകയാണെങ്കിലും ഇന്റേണൽ ഫാക്കൽറ്റി ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്കൽറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ നമ്മളുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ പ്ലാന്റേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതിൽ ഈ കോഴ്സ് ടീമിൽ ഞാനുണ്ടായിരുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇന്റേണൽ ഫാക്കൽറ്റി മാത്രമല്ല, നമ്മൾ അതിനുവേണ്ടി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റേഷൻ മാനേജ്മെന്റിലെ ഏറ്റവും ബെസ്റ്റ് എക്സ്പേർട്സിനെ വിളിച്ചു. എന്നിട്ട് നമ്മൾ കൂടെ ഇരുന്ന് രണ്ട് ടീംസും കൂടെ സൈഡ് ബൈ സൈഡ് വർക്ക് ചെയ്താണ് ഈ കോഴ്സസ് ഡെവലപ്പ് ചെയ്തത്. അപ്പം ഇന്റേണൽ ആയിട്ട് നമുക്ക് ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡ്യൂൾസ് പ്രിപ്പയർ ചെയ്യുന്ന അതിന്റെ സയന്റിഫിക് ആസ്പെക്ട്സ് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. എക്സ്റ്റേണൽ ആയിട്ട് അവരുടെ സബ്ജക്ട് ഏരിയയിൽ നിന്ന് വന്ന് അവർക്ക് നമുക്ക് ആ സയന്റിഫിക് ഇൻപുട്സ് എന്താണോ അവരുടെ ഫീൽഡിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ സിനർജിയാണ് ശരിക്കും നമുക്ക് ഒരു നല്ല പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് കോമൺവെൽത്ത് ഓഫ് ലേണിംഗ് ഒരു വളരെ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയൽസിന് അവാർഡ് ഫോർ എക്സലൻസ് തന്നിട്ടുണ്ട്. അതാണ് അത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. ഈ കോമൺവെൽത്ത് കൺട്രീസിലെ ഏറ്റവും എക്സലന്റ് സ്റ്റഡി മെറ്റീരിയൽ ഇഗ്നോയുടെ ആണെന്ന് പറഞ്ഞാൽ അവര് അവാർഡ് ഫോർ എക്സലൻസ് ഇഗ്നോയ്ക്ക് തന്നിട്ടുണ്ട്. അതാണ്. അപ്പം അത് മാത്രമല്ല, യുനെസ്കോ ഫോർ എക്സാമ്പിൾ, യുനെസ്കോ വേൾഡ്സ് യൂണിവേഴ്സിറ്റി എന്നാണ് ഇഗ്നോയെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു റെപ്യൂട്ടേഷൻ ഇഗ്നോ ഗെയിൻ ചെയ്തതിന്റെ കാരണം തന്നെ ഇങ്ങനത്തെ റിഗറസ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പറേഷനും ഇതിന്റെ ഡെലിവറി സിസ്റ്റമാണ്. അതാണ് ഡെലിവറി സിസ്റ്റം. എങ്ങനെയാണ് ഡെലിവറി സിസ്റ്റം? പല മോഡ്സിലാണ്. ഇപ്പം തിരുവനന്തപുരം സിറ്റിയിൽ ഉള്ള സ്റ്റുഡൻസിനെ അപ്രോച്ച് ചെയ്യുന്ന അതേ ഒരു സ്കീം വെച്ച് നമുക്ക് ഡിസ്റ്റന്റ് വില്ലേജസിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ എവിടെയൊക്കെ സ്റ്റുഡൻസിനെ ആക്സസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവിടെയെല്ലാം നമ്മളുടെ സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട്. ഈ സ്റ്റഡി സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് കോളേജസ് അല്ലെങ്കിൽ പലയിടത്തും യൂണിവേഴ്സിറ്റീസിൽ തന്നെ നമുക്ക് സെന്റേഴ്സ് ഉണ്ട്. അതല്ലാതെ തന്നെ നോർമലി നമ്മൾ ഈ അഫിലിയേറ്റഡ് കോളേജസിൽ വെച്ചാണ് നമ്മൾ സ്റ്റഡി സെന്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ട്രിവാൻഡ്രത്താണെങ്കിൽ നമുക്ക് മാറി വാനീസ് കോളേജ് ഉണ്ട്, ക്രൈസ്റ്റ് കോളേജ് ഉണ്ട്, പിന്നെ ഓൾ സെയിൻസ് കോളേജ് ഉണ്ട്. അങ്ങനത്തെ കോളേജസിൽ ഈ എയ്ഡഡ് കോളേജസിലൊക്കെ നമ്മളുടെ സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട്. അല്ലാതെ ഇപ്പം കട്ടപ്പനെ പോവുകയാണെങ്കിൽ നമുക്ക് ഗവൺമെന്റ് കോളേജിൽ തന്നെയാണ് നമ്മുടെ സെന്റർ. അപ്പോൾ അങ്ങനെ ഈ ഫോർമൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ തന്നെ നമുക്ക് സെന്റേഴ്സ് ഉണ്ട്. അതല്ലാതെ ചില സ്പെസിഫിക് പ്രോഗ്രാംസ് ഉണ്ട്. അത് വളരെ കോർ അല്ലെങ്കിൽ നിഷ് ഏരിയാസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ കോഴ്സസിന് നമ്മൾ സ്റ്റഡി സെന്റർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അതിന്റെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള അഫിലിയേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്.
അപ്പം ഏതാണോ ഈ ഇഷ്യൂ ഏരിയ അല്ലെങ്കിൽ ഏതാണോ സബ്ജക്റ്റ് അതിൻ്റെ ഒരു രൂപരേഖ നമ്മൾ ആദ്യം ഉണ്ടാക്കും. എന്നിട്ട് അതനുസരിച്ചുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ടുപിടിച്ചാണ് നമ്മൾ ഈ സ്റ്റഡി സെന്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നമ്പർ 1. 2, നമ്മൾ പലയിടത്തെയും സ്റ്റുഡൻസിനെ ഡയറക്റ്റ് ആയിട്ട് സ്റ്റഡി സെന്റർ വഴി അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. റിമോട്ടായിട്ട് ഇപ്പോൾ ഇടുക്കിയിലേക്ക് അങ്ങേ ശാന്തംപാറ അതിൻ്റെ ബിയോണ്ട് ആയിട്ടുള്ള ഏരിയാസിൽ എങ്ങനെ ഒരു സ്റ്റുഡൻറ്റിന് വന്ന് കട്ടപ്പന വരെ വന്ന് ഈ സ്റ്റഡി സെൻറ്ററിൽ പഠിക്കുക എന്ന് പറയുന്നത് ദാറ്റ്സ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, നമ്മൾ ഈ ഡിജിറ്റൽ മീഡിയ ഉപയോഗിക്കും അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ ഉപയോഗിക്കും. ഒന്ന്, നമ്മൾ ട്രിവാൻഡ്രം സെൻറ്ററിൽ നിന്ന് പലപ്പോഴും ചെയ്യുന്ന ലൈവ് സെഷൻസ് ഉണ്ട്. ലൈവ് സെഷൻസ് എന്ന് പറഞ്ഞാൽ ലൈവ് കൗൺസിലിംഗ് സെഷൻസും ഉണ്ട്, ലൈവ് ഫേസ്ബുക്കും യൂട്യൂബ് ഉപയോഗിച്ചുള്ള ലൈവ് സെഷൻസ് ഉണ്ട്. ഇതിന്റെ 2 കാറ്റഗറീസ് ഉണ്ട്. ഒന്ന് സബ്ജക്ട് റിലേറ്റഡ്, ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയുള്ള. അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലം സോൾവിങ്ങിന്റെ നമ്മൾ റെഗുലർ ഇന്റർവെൽസിൽ നമ്മൾ ഫേസ്ബുക്ക് ലൈവ് അല്ലെങ്കിൽ യൂട്യൂബ് ലൈവ് വഴി നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യും. പിന്നെ കൗൺസിലിംഗ് സെഷൻസ് ബേസിക്കലി നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമോ അങ്ങനത്തെ എന്തെങ്കിലും മെക്കാനിസം വെച്ചാണ് നമ്മൾ ഈ സബ്ജക്ട് റിലേറ്റഡ് കൗൺസിലിംഗ് സെഷൻസ് നടത്തുന്നത്. അപ്പം ഈ 2 മെക്കാനിസവും ഡിജിറ്റൽ വേൾഡിലുണ്ട്. ഇതല്ലാതെ തന്നെ റെക്കോർഡഡ് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മളുടെ റീജിയണൽ സെന്ററിന്റെ ഈ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, പിന്നെ നമ്മളുടെ യൂട്യൂബ് ചാനലുണ്ട്. അതിലൊക്കെ നമ്മൾ ഈ റെക്കോർഡഡ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതിന്റെ ലിങ്ക്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമുക്ക് വേറെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സൈറ്റ് ഉണ്ട്, ഈ ഗ്യാൻ കോശ് എന്ന് പറയുന്നത്. ഈ ഗ്യാൻ കോശിൽ നമ്മളുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നുള്ള സ്റ്റഡി മെറ്റീരിയൽ എല്ലാം ഇട്ടിട്ടുണ്ട്. അതല്ലാതെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ അഡീഷണൽ റിസോഴ്സസും അവിടെ ഇട്ടിട്ടുണ്ട്. ഇഗ്നോ റൺ ചെയ്യുന്ന സ്വയം കോഴ്സസ് ഉണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഈ മാസീവ് ഓൺലൈൻ കോഴ്സസിന്റെ ഒരു ഡെപ്പോസിറ്ററിയാണ് സ്വയം. ആ സ്വയത്തിൽ ഇഗ്നോ ഏതൊക്കെ പ്രോഗ്രാംസ് റൺ ചെയ്യുന്നുണ്ടോ അതിന്റെ എല്ലാ കോഴ്സ് മെറ്റീരിയലും ഈ ഗ്യാൻ കോശിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളുടെ സബ്ജക്ട് റിലേറ്റഡ് ഏരിയാസിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം അല്ലാതെ ഇഗ്നോയ്ക്കുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള TV ചാനൽസ് ഉണ്ട്. ഗ്യാൻ ദർശൻ വളരെ പോപ്പുലർ ആണ്. അതിൽ തന്നെ ലൈവ് പ്രോഗ്രാംസ് ഒത്തിരി ഉണ്ട്. ഇതല്ലാതെ പലയിടത്തും ഗ്യാൻ വാണി എന്ന് പറയുന്ന നമുക്ക് റേഡിയോ സ്റ്റേഷൻസ് ഉണ്ട്, സ്റ്റേഷൻ ഉണ്ട്. ഇതുമല്ലാതെ ലേറ്റസ്റ്റ് ഒരു ഡെവലപ്മെന്റ് എന്താന്ന് വെച്ചാൽ സ്വയം പ്രഭ എന്ന് പറയുന്ന ഇഗ്നോ ചാനൽ ബേസ്ഡ് കൗൺസിലിംഗ് തുടങ്ങിയിട്ടുണ്ട്. റീജിയണൽ ലാംഗ്വേജസ് ഈ ചാനൽ ബേസ്ഡ് കൗൺസിലിംഗ് ഇന്ററാക്റ്റീവ് മോഡിൽ നടത്തുന്നതാണ് ഈ സ്വയം പ്രഭ ചാനൽസ്. അടുത്ത് തന്നെ ട്രിവാൻഡ്രത്ത് നമ്മൾ പുതിയ ബിൽഡിംഗിലേക്ക് ഇപ്പൊ മൂവ് ചെയ്തിട്ടുണ്ട്, മുട്ടത്തറയിൽ. അപ്പം നമുക്ക് അവിടെ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുമെന്നാണ് ഹോപ്പ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അവിടെ നിന്നും ഈ ചാനൽ ബേസ്ഡ് കൗൺസിലിംഗ് തുടങ്ങാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പം ഇതൊക്കെയാണ് ഒരു കോമ്പോസിറ്റ് ആയിട്ടുള്ള കാലത്തിനനുസരിച്ച് ഇപ്പൊ എല്ലാം നമ്മൾ ഡിജിറ്റലൈസ് ചെയ്തതിൽ പോലും നിലനിൽപ്പുണ്ട്. ഡിജിറ്റൽ മേഖലയിലേക്ക് നമ്മൾ എത്തി. അതിന്റെ സൗകര്യങ്ങളും നമ്മുടെ വിദ്യാർത്ഥികൾക്കും അല്ലെ നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര റിമോട്ട് ആയാലും. അല്ല, ഈ ഡിജിറ്റൽ മെക്കാനിസത്തിന്റെ ഏറ്റവും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയല്ലേ? ഇത് ചന്ദ്രസേനൻ സാറിന്റെ ഈ സെറ്റപ്പിൽ നിന്ന് തന്നെ ആണ് എനിക്ക് മനസ്സിലാകുന്നത് എത്ര എഫക്റ്റീവായിട്ടാണ് ഡിജിറ്റൽ മെക്കാനിസം യൂസ് ചെയ്യാറ്. പലപ്പോഴും ഞങ്ങളുടെ ശ്രോതാക്കളോട് പറയാറുണ്ട്, ഞാൻ പറഞ്ഞല്ലോ സാർ, നമുക്ക് ലാർജസ്റ്റ് ഇന്ത്യൻ റേഡിയോ അബ്രോഡ് ആയിരുന്നു. 2 ലക്ഷം വാട്ട് പ്രസരണ ശേഷിയുള്ള ട്രാൻസ്മിറ്ററാണ്. മനുഷ്യവാസം ഉള്ളിടത്തത് വെക്കാൻ പറ്റില്ല. അപ്പൊ അത് നമുക്ക് കട്ടായി പോയപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് എന്നെ കളിയാക്കി, അത് ഇതുപോലെ കണക്ട് ചെയ്ത് തീർന്നില്ലേ, എടുത്ത് മാറ്റിയില്ലേ എന്നാണ്. ഇത് മനുഷ്യവാസം ഉള്ളിടത്ത് 2 ലക്ഷം വാട്ട് പ്രസരണ ശേഷിയുള്ള ഒരു AM ട്രാൻസ്മിറ്റർ വെക്കാൻ പറ്റില്ല. FM പോലെ അല്ല AM. AM എന്ന് പറയുന്ന ടവർ ഇറ്റ്സെൽഫ് ഈസ് ദി ആന്റിന. FM അങ്ങനെയല്ല, നമ്മളെ വീട്ടിന്റെ മുകളിൽ വെക്കാം. അപ്പൊ അത് ആ സാങ്കേതികത്വം മനസ്സിലാവാത്തവർ അങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇന്റർനെറ്റിലേക്ക് മാറിയപ്പോൾ അതിൻ്റെതായ സൗകര്യം, ചെലവ് കുറവ്, ലോകത്തെ ഏറ്റവും വില കുറവ് ഇന്ത്യയിൽ ഇന്റർനെറ്റിന്, കാറുകളിൽ ഇന്റർനെറ്റ് റേഡിയോ കിട്ടുന്നു, എല്ലാം നമ്മൾ അതുപോലെ ചെയ്തു വരുന്നുണ്ട്. എന്തായാലും വിദ്യാർത്ഥികൾക്കും ഈ പറഞ്ഞതുപോലെ ഈ ഡിജിറ്റൽ മാധ്യമത്തിന്റെ സഹായത്തോടെ തന്നെ ലോകത്തിന്റെ ഏത് കോണിലിരുന്നു, ആ വാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്, ഏത് കോണിലിരുന്നു ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നു. ഇനി ഇത്തരം സംഗതികൾ, ഇത്രയും ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് എന്നെ വാക്കിനെ പറയും, നെറ്റ്വർക്കാണ്. സാറ് പറഞ്ഞ അവിടെ ഉണ്ട്, ഇവിടെ സെന്റർ, ഇനി അതല്ല ഫുഡ് ആൻഡ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ അവിടുത്തെ സെന്റർ. ഇപ്പൊ ഇത്രയും നെറ്റ്വർക്കുകളാണ് നമ്മൾ ഇതിനെ ഇത്രയും വിപുലമാക്കിയത്, ഇതിനെ വലുതാക്കിയത്. വിസ്തൃതമായ ഒരു ലോകത്തേക്കാണ് ഇന്ദിരാഗാന്ധി നാഷണൽ യൂണിവേഴ്സിറ്റി ഇപ്പം നില ഉയർപ്പിച്ചിരിക്കുന്നത്.
ഇതെല്ലാം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ചാലഞ്ചസ് സാർ ഇതിന്റെ ഡയറക്ടർ നിലയ്ക്ക് ഒത്തിരി ചാലഞ്ചസ് വരാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ഇൻഫോർമലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ട്രാൻസ്ഫറബിൾ ജോബാണ്. അപ്പം ഒത്തിരി ഇടത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ഇടത്തും നമ്മൾ ഇഗ്നോ ആയിട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ ചാലഞ്ചസ് ഡിഫറെൻ്റ് ആണ്. ഞാൻ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അവിടുത്തെ ബോംബെ റീജിയണൽ സെന്ററിന്റെ ഫൗണ്ടർ റീജിയണൽ ഡയറക്ടർ ഞാനാണ്. അപ്പം അവിടെ ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ ഫേസ് ചെയ്ത ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഫ്രം സ്ക്രാച്ച് ഒരു റീജിയണൽ സെന്ററിനെ എങ്ങനെ, നമ്മൾക്ക് അതും മറാഠി അറിയാത്ത ഒരാള് അവിടെ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്നുള്ള ഒരു ചാലഞ്ച് ആയിരുന്നു. അപ്പോൾ ആ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ ഇപ്പം കേരളത്തിലൊക്കെ വന്ന് വർക്ക് ചെയ്യുമ്പോഴത്തേക്കുള്ള ചാലഞ്ചിനേക്കാളും വളരെ വലുതാണ്. അത് ഒന്ന് ലാംഗ്വേജിന്റെ പ്രോബ്ലം, ഒന്ന് നമുക്ക് അറിയാത്ത ഒരു എൻവയൺമെന്റ്. അപ്പം അങ്ങനത്തെ ചാലഞ്ചസ് ഒത്തിരി നമ്മൾ ഇഗ്നോയിൽ ഫേസ് ചെയ്യാറുണ്ട്. അപ്പം അവിടെ നമ്മൾ സെറ്റപ്പ് ചെയ്തപ്പോൾ ആദ്യത്തെ വർഷം 1000 സ്റ്റുഡൻസേ ഉള്ളായിരുന്നു. ഞാൻ 4 വർഷം അവിടെ വർക്ക് ചെയ്തയച്ച് വിടുന്ന സമയത്ത് അറൌണ്ട് 15,000 സ്റ്റുഡൻസ് പെർ ഇയർ എൻറോൾ ചെയ്യുന്ന ഒരു സെന്റർ ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത്. അതും ഒരു റെന്റഡ് അക്കോമഡേഷനിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സെന്ററാണ്. അപ്പം അതിന്റെ ഒരു വേറൊരു ഇത്. അപ്പം അന്ന് രസകരമായിട്ട് എനിക്ക് ഉണ്ടായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ ഒരു TV ചാനൽ, വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു TV ചാനൽ എന്നെ ഡിസ്കഷന് വിളിച്ചു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് മറാഠി വലിയ പിടുത്തമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് അവിടെ അനൗൺസ് ചെയ്യാം, നമുക്ക് അവർ ഹിന്ദി ചോദിച്ചോളും, അപ്പോൾ ഹിന്ദിയിൽ ആൻസർ ചെയ്യാം. ഞാൻ അവിടെ ചെന്ന് ഇരിക്കുകയും മറാഠിയിൽ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻസിന്റെ ഒരു പെരുമഴ, ഓരോ ക്വസ്റ്റ്യനും അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്യും, പിന്നെ ഞാൻ ഹിന്ദി പറയും. പിന്നെ അന്ന് ഒരു വർഷം ഞാനവിടെ ജോയിൻ ചെയ്ത് 1.5 വർഷം കഴിഞ്ഞാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം എനിക്ക് കുറെയൊക്കെ മനസ്സിലാകുന്നുണ്ട്, പക്ഷെ ഇത് എക്സ്പ്രസ് ചെയ്യാനുള്ള പാടും ബുദ്ധിമുട്ടും അതൊക്കെ ശരിക്കും ഞാൻ അന്ന് ഫേസ് ചെയ്തു. ഒരു മൾട്ടി കൾച്ചറൽ എൻവയൺമെന്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പം അങ്ങനത്തെ കുറെ ചാലഞ്ചസ് നമ്മൾ വർക്കിംഗ് എൻവയൺമെന്റിൽ എപ്പോഴും വരാറുണ്ട്. പിന്നെ രണ്ടെന്ന് പറയുന്നത്, നമ്മൾ ഡിസ്റ്റൻസ് മോഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും അതിന്റെ ഒരു മെക്കാനിസം ശരിക്കും നോർമൽ ആയിട്ട് നമ്മൾ ഒരു ട്രഡീഷണൽ സിസ്റ്റത്തിൽ പഠിച്ചു വന്ന കുട്ടികളെക്കാളും കുറച്ച് ഡിഫറെന്റ് ആണ്. അവരെന്ന് പറഞ്ഞാൽ ഒരു കോളേജിൽ പോവുകയാണെങ്കിൽ എന്നും അവർക്ക് സ്പൂൺ ഫീഡ് ചെയ്യും, ഇങ്ങനെ ഇന്ന് ഇത് പഠിക്കണം, നാളെ ഇത് പഠിക്കണം. പക്ഷെ ഡിസ്റ്റൻസ് മോഡിൽ അങ്ങനെയല്ല. നമ്മൾ കൗൺസിലിങ്ങും ബാക്കിയുള്ള ക്ലാസ്സസും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ പോലും സ്റ്റുഡന്റിന്റെ മേളിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സ്റ്റുഡന്റ് തന്നെത്താനെ ഒരു സെൽഫ് ഡയറക്റ്റഡ് സ്റ്റുഡന്റ് ആണെങ്കിലേ അതിൽ സക്സീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് കൺവിൻസ് ചെയ്യാനായിട്ട് പലപ്പോഴും പല മൾട്ടികൾച്ചറൽ എൻവയൺമെന്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതൊരു ഡിഫിക്കൽട്ട് ആസ്പെക്ട് ആണ്. റീജിയണൽ ഡയറക്ടറിന്റെ മേളിലാണ് അൾട്ടിമേറ്റ് അതിന്റെ ഒരു പ്രഷർ വരുന്നത്. അപ്പം നമ്മൾ അതെങ്ങനെ ഇത് ചെയ്യുന്നുള്ള അതൊരു ഡിഫിക്കൽട്ട് ആസ്പെക്ട് തന്നെയാണ്. പക്ഷെ അതിന്റെ റിവാർഡ്സ് ഒത്തിരി ഉണ്ട്. നമ്മളുടെ സ്റ്റുഡൻസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് തന്നെ പല ഫേസസിലും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് നമ്മളുടെ ഉണ്ട്. സിവിൽ സർവീസ് എക്സാമിനേഷൻ ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് എക്സാമിനേഷൻ അതാണല്ലോ. അതിൽ തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും ടോപ്പ് 100 നമ്മളുടെ പല സ്റ്റുഡൻസും വരാറുണ്ട്. ഞാൻ കൊച്ചി റീജിയണൽ സെന്ററിലായിരുന്നപ്പോൾ ഒരു പ്രാവശ്യം അവിടുത്തെ ഒരു വളരെ ടോപ്പ് 20 തന്നെ ഒരു റാങ്ക് നമ്മളുടെ ഒരു സ്റ്റുഡന്റ് അവിടുത്തെ ഒരു സ്റ്റുഡന്റിന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ എല്ലാ വർഷവും അങ്ങനത്തെ. പിന്നെ അത് മാത്രമല്ല, ഈ നെറ്റ് പരീക്ഷ, JRF പരീക്ഷയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇഗ്നോയുടെ സ്റ്റുഡൻസിന്റെ സക്സസ് റേറ്റ് വളരെ ഹൈ ആണ്. അങ്ങനെ ഒരു ഒത്തിരി ഇതുണ്ട്. ചാലഞ്ചസ് ഉണ്ടെങ്കിലും അതിന്റെ റിവാർഡ്സ് ഉണ്ട്. കുട്ടികളുടെ സക്സസ് കിട്ടുമ്പോഴത്തേക്ക് ഒരു റിവാർഡ് തന്നെയാണ്. പിന്നെ ഞാൻ വടകര വർക്ക് ഇരുന്നപ്പോഴത്തേക്ക് നമുക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വടകര റീജിയണൽ സെന്ററിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഇൻ 2017, അവിടുത്തെ ടോട്ടൽ എൻറോൾമെന്റ് എന്ന് പറഞ്ഞാൽ അറൌണ്ട് 10,000 ആയിരുന്നു. ഞാൻ 2023 കഴിഞ്ഞ വർഷം അവിടുന്ന് ലീവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ ഇയർലി എൻറോൾമെന്റ് വാസ് ഓവർ 40,000. അപ്പൊ അതും നമ്മളുടെ ആ വർക്ക് ചെയ്തപ്പോഴുള്ള സക്സസിന്റെ ഇതാണല്ലോ. അത് മാത്രമല്ല, വടകര റീജിയണൽ സെന്ററിന് ഞങ്ങൾക്ക് ബെസ്റ്റ് റീജിയണൽ സെന്റർ ഇൻ ദ കൺട്രി അവാർഡും കിട്ടി. ഇൻ ദ കൺട്രി ബെസ്റ്റ് റീജിയണൽ സെന്റർ അവാർഡ് ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോഴത്തെ നമുക്ക് അവാർഡ് ചെയ്തതാണ് ഇഗ്നോ. വളരെ കൺസ്ട്രെയിൻസും വളരെ ഡിഫിക്കൽട്ട് സർക്കംസ്റ്റാൻസസിലാണ് നമ്മൾ ആ റീജിയണൽ സെന്റർ നടത്തിക്കൊണ്ട് പോയത്. പക്ഷേ കോഴിക്കോടെന്നല്ല, വടകര എന്ന് വെച്ചാൽ നമ്മളുടെ സെന്റർ അവിടെ വടകരയിലാണ്. അതുകൊണ്ടാണ് വടകര റീജിയണൽ സെന്റർ എന്ന് പറയുന്നത്. പിന്നെ അവിടെ തന്നെ ഞാൻ വർക്ക് ചെയ്തപ്പോൾ പേഴ്സണലി എനിക്ക് സന്തോഷം ഉണ്ടായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബെസ്റ്റ് റിസർച്ച് പേപ്പർ അവാർഡ് ഇൻ ദ കൺട്രി ഫോർ ഇഗ്നോ വിത്തിൻ ഇഗ്നോ
ഇഗ്നോ എനിക്ക് കിട്ടിയായിരുന്നു. ഓ അത് ശരി. പിന്നെ കൊച്ചിയിൽ വർക്ക് ചെയ്തപ്പം എനിക്ക് ഞാൻ ഡെവലപ്പ് ചെയ്ത ഈ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റിയുടെ സ്വയം കോഴ്സിന് ബെസ്റ്റ് ഓൺലൈൻ കോഴ്സിന്റെ അവാർഡും കിട്ടിയായിരുന്നു. അപ്പൊ അങ്ങനത്തെ റിവാർഡ്സ് ഒത്തിരി നമുക്ക് കിട്ടും. പക്ഷേ യു ഹാവ് ടു ഗോ വിത്ത് ദ പ്രോസസ്. ഒത്തിരി ഡിഫിക്കൽറ്റി ഉണ്ട്. പിന്നെ ഞാൻ ആദ്യം ഹരിയാനയിൽ ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് ഇത് പെർസെപ്ഷൻ്റെ ഡിഫറൻസ് ആണ്. അവിടെ ആദ്യമായിട്ട് ഞാൻ അക്കാഡമിക് കൗൺസിലിങ്ങിന് പോയി. അപ്പോൾ കൗൺസിലിങ്ങിന് പോയപ്പോഴത്തേക്ക് നമ്മൾ ഇംഗ്ലീഷ് ഒരു മീഡിയത്തിൽ പഠിച്ചാണല്ലോ വരുന്നത്. അപ്പം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു കുട്ടി, ഞാൻ എക്കണോമിക്സ് അതിൻ്റെ സെഷൻ എടുക്കുകയായിരുന്നു. അപ്പം എഴുന്നേറ്റ് ചോദിക്കുക, എനിക്ക് തടസ്സത വക്രക്കെ വരമേ അബദ്ധമായി എന്ന് പറഞ്ഞ്. നമ്മൾ ജീവിതത്തിൽ ഇത് കേട്ടിട്ട് പോലും ഇല്ല. ഇതെന്താ തടസ്സത വക്രം, എന്താ തടസ്സത വക്രം എന്ന് ഞാൻ കുറെ നേരം ആലോചിച്ചു. ഞാൻ പറഞ്ഞു അടുത്ത ക്ലാസ്സിൽ പറയാമെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. നോക്കിയപ്പോൾ സിമ്പിൾ ആയിട്ട് എക്കണോമിക്സിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഇൻഡിഫറൻസ് കർവ്. ഇതാണ് ഹിന്ദിയിൽ തടസ്സത വക്രം എന്ന് പറയുന്നത്. അപ്പം ഈ മൾട്ടി കൾച്ചറൽ എൻവയോൺമെന്റ് വർക്ക് ചെയ്യുമ്പോൾ അതിനൊരു രസമുണ്ട്, ഡിഫിക്കൽറ്റി ഉണ്ട്. അവിടുത്തെ ലോക്കൽ കൾച്ചേഴ്സും കണ്ടീഷൻസും ആയിട്ട് ഒരു റീജിയണൽ ഡയറക്ടറും അവരുടെ സിസ്റ്റവും ഇന്റഗ്രേറ്റ് ചെയ്താലേ നമുക്ക് അവിടെ സക്സീഡ് ചെയ്യാൻ പറ്റും. അവരുടെ കൾച്ചറൽ ആസ്പെക്ട്സ് മനസ്സിലാക്കണം, അവരുടെ ഡിഫിക്കൽറ്റീസ് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ അവിടെ നമ്മൾ എഡ്യൂക്കേഷൻ നല്ലോണം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതേപോലെ പലയിടത്തും ഏറ്റവും ഡിഫിക്കൽറ്റി വരുന്ന ഈ ജെൻഡർ ഡിസ്പാരിറ്റിയാണ്. പല സ്ഥലത്തും ജെൻഡർ ഡിസ്പാരിറ്റി ഒരു വലിയ ഇഷ്യൂ ആണ്. അപ്പം വിമനെ എങ്ങനെ നമുക്ക് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അപ്പൊ അതിനുവേണ്ടി സ്പെഷ്യൽ സ്കീംസ് നമ്മൾ തയ്യാറാക്കേണ്ടി വരും. ഇപ്പം കൊച്ചിയിൽ ഇരുന്നപ്പോൾ ഞങ്ങളുടെ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ എഡ്യൂക്കേഷനുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനായിരുന്നു. കൊച്ചിയിൽ നമ്മളുടെ ആ എഫേർട്സിന്റെ കാരണം കൊണ്ട് ഇഗ്നോ ഒരു സ്കീം ലോഞ്ച് ചെയ്തു, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് ഫീ വേവർ എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഗ്രാം. അപ്പം ആ ഇന്റഗ്രേഷൻ പ്രോസസ്സിലും നമുക്ക് അതൊരു ചാലഞ്ച് ആയിരുന്നു. പക്ഷേ നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി നമ്മൾ അവിടെ ഒരു എക്സിബിഷൻ നടത്തിയായിരുന്നു, അവരുടെ പ്രോഡക്ട്സും ഒക്കെ വെച്ച്. അപ്പം അതൊക്കെ വളരെ ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നെങ്കിലും അതിന്റെ റിവാർഡ്സും സൈഡ് ബൈ സൈഡ് കിട്ടും. സോ ടു പുട്ട് ഇറ്റ് സിംപ്ലി, there are challenges but there are rewards as well. Exactly. അല്ല, അതിനുള്ളൊരു ഇനിഷ്യേറ്റീവ് നമ്മൾ എടുക്കുകയും നമ്മൾ കഠിനമായ നമ്മുടെ പ്രയത്നം അതിലേക്ക് അർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് അതിനൊരു റിവാർഡ് റിസൾട്ട് ആയിട്ട് വരുന്നത്. പിന്നെ നമുക്കിപ്പോ റീജിയണൽ സെന്ററുകൾ കേരളത്തിൽ 3 തിരുവനന്തപുരം, കൊച്ചി, വടകര. ഈ ഓരോ റീജിയണൽ സെന്ററിന്റെ കീഴിലാണോ സ്റ്റഡി സെന്റർ? അതെ, ഓരോ റീജിയണൽ സെന്ററിന്റെ കീഴിൽ ഇപ്പൊ ട്രിവാൻഡ്രത്ത് തന്നെയാണ് ഒരു 14 സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട്. കൊച്ചിയിൽ ഏകദേശം 22 സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട്. വടകരയിലാണെങ്കിൽ ഏകദേശം 18 സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട്. അങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ. അപ്പൊ ഈ സ്റ്റഡി സെന്റേഴ്സിലാണോ ഇവർക്ക് നമ്മൾ നേരിട്ടുള്ള ക്ലാസ് എല്ലാം കൊടുക്കുന്നത്? അക്കാഡമിക് ആക്ടിവിറ്റീസ് ഒക്കെ സ്റ്റഡി സെന്ററിലാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്കീം അനുസരിച്ച് എല്ലാ റീജിയണൽ സെന്ററിലും ഒരു സ്റ്റഡി സെന്റർ ഉണ്ട്. തന്നെ ഒരു സ്റ്റഡി സെന്റർ ഉണ്ട്. അതൊരു മോഡൽ സ്റ്റഡി സെന്റർ പോലെ നമുക്ക് വെച്ചിരിക്കുക. അതൊരു റീജിയണൽ സെന്ററിലെ സ്റ്റഡി സെന്റർ എന്ന് പറഞ്ഞാൽ ഒരു ഷോക്ക് അബ്സോർബർ പോലെ. ഏതെങ്കിലും ഒരു സ്റ്റഡി സെന്റർ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യാൻ ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ അത് റീജിയണൽ സെന്റർ കിടക്കും. എന്നിട്ട് അവിടെ ആ പ്രോഗ്രാം റൺ ചെയ്യും. അതാണ് മെയിൻ പർപ്പസ്. പക്ഷേ ഇൻ അഡീഷൻ ടു ദാറ്റ് നമ്മൾ നോർമൽ പ്രോഗ്രാംസും പലതും റൺ ചെയ്യുന്നുണ്ട്. അതാണ്. ഇനി ഈ സ്റ്റഡി സെന്ററുകളുടെ എല്ലാത്തിന്റെയും നിയന്ത്രണം അതാത് റീജിയണൽ സെന്ററുകൾക്ക്. അതാത് റീജിയണൽ സെന്റേഴ്സ്. ഫാക്കൽറ്റി നമ്മുടെ സ്വന്തം ഫാക്കൽറ്റി ആണോ എക്സ്റ്റേണൽ ഫാക്കൽറ്റി ആണോ? അല്ല, നമ്മൾ ഫോർ എക്സാമ്പിൾ ഞങ്ങളെല്ലാം ചെന്ന് കൗൺസിലിംഗ് സെഷൻസ് ഒക്കെ എടുക്കുന്നതാണ്. പക്ഷെ മെയിൻലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ സ്റ്റഡി സെന്റർ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഓരോ റെപ്യൂട്ടഡ് കോളേജിലാണ്. ആ കോളേജിന്റെ ഫാക്കൽറ്റിയെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫാക്കൽറ്റി അവർക്കൊരു നിശ്ചിത പേയ്മെന്റും കൊടുത്ത് നമ്മൾ അതനുസരിച്ച് സെഷൻ വൈസ് പേയ്മെന്റ്. ഓരോ സ്റ്റഡി സെന്ററും ഓരോരോ കോളേജുകളാകുമ്പോഴത്തേക്ക് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ അവിടെ തന്നെ മിക്കവാറും ആക്ടിവേറ്റ് ചെയ്ത സബ്ജക്ട്സ്, അവിടെ തന്നെ റൺ ചെയ്യുന്ന സബ്ജക്ട്സ് ആയിരിക്കും നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അത്തരം സ്റ്റഡി സെന്ററുകൾ, ചിലതൊക്കെ നമ്മൾ വേറിട്ട ചില സ്റ്റഡി സെന്ററുകൾ സ്വീകരിക്കേണ്ടി വരുന്നത് ആ സബ്ജക്റ്റുമായിട്ട്. അതുകൊണ്ടാണ് അവിടുത്തെ ഫാക്കൽറ്റി നമുക്ക് ഉപയോഗിക്കാം. അത് തന്നെ, അത് സെൻട്രൽ ഗവൺമെന്റ് തന്നെ അതിന് പെർമിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഫോർ എക്സാമ്പിൾ നമ്മൾ അഗ്രികൾച്ചർ റിലേറ്റഡ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഡയറ്ററ്റിക്സ് ആൻഡ് ഫുഡ് സർവീസ് മാനേജ്മെന്റ്, അതൊക്കെ കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണിയിലാണ് നമ്മൾ റൺ ചെയ്യുന്നത്. അപ്പം അത് സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാം ആയതുകൊണ്ട് നമുക്ക് അവിടെ ചെയ്യേണ്ടി വരും. ആ പ്രോഗ്രാമിന് ആ പശ്ചാത്തലമുള്ള കോളേജ് തന്നെ ആയിരിക്കും. അവിടെ ആ ഫാക്കൽറ്റിയും കാണും, അവിടെ ആ എക്യുപ്മെന്റ്സും കാണും, അവിടുത്തെ ലാബും കാണും, എല്ലാം കാണും. അതൊരു നല്ല ഐഡിയ ആണ്. അങ്ങനെയാണ് അതിന്റെ സ്കീം വർക്ക് ചെയ്യുന്നത്. അത് ശരിയാണ്. ഇപ്പം അഗ്രികൾച്ചറോട് ബന്ധപ്പെട്ട് ഒരെണ്ണം കൊണ്ടൊന്നും ബി എഡ് കോളേജ് വെച്ചിട്ട് കാര്യമില്ല, നടത്താൻ പറ്റില്ല. അപ്പൊ അതാത് മേഖലയോട് ബന്ധപ്പെട്ട് അതാണ്. അത് എന്താ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഇഗ്നോ വർക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താന്ന് വെച്ചാൽ ഇഗ്നോയുടെ എല്ലാ പ്രോഗ്രാംസും ഹൈലി പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്.
ഇപ്പം ഡയറ്ററ്റിക്സ് ആൻഡ് ഫുഡ് സർവീസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തെ പ്രാക്ടിക്കൽസ് തന്നെ ഉണ്ട് ഓരോ സെഷനിലും. അത് ശരി. പലരും ഇഗ്നോയുടെ ഡിസ്റ്റൻസ് മോഡാണെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് ആദ്യം പലരും ജോയിൻ ചെയ്യുന്ന സമയത്തുള്ള ഒരു തെറ്റിദ്ധാരണ ഇത് ഈസി ആയിട്ട് പാസ് ഔട്ട് ചെയ്ത് പോകുന്നു. പക്ഷെ അങ്ങനെ ഒരിക്കലും നടക്കാറില്ല. റെഗുലർ കോളേജും റെഗുലർ യൂണിവേഴ്സിറ്റീസിലും എത്ര എഫേർട്ട് വേണോ അതിന്റെ ഒരു 5 to 10% കൂടുതൽ ഇവിടെ വേണം, കൂടുതൽ വേണം. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ലാബ്സ് എല്ലാം വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ട് നടത്തുന്നതാണ്, പ്രാക്ടിക്കൽസ് സ്ട്രിഞ്ചന്റ് ആണ്, പ്രോജക്ട്സ് ഉണ്ട്, ഇന്റേൺഷിപ്സ് ഉണ്ട്. അതെല്ലാം പ്രോപ്പർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്താലേ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ആകത്തുള്ളൂ. അത് മാത്രമല്ല വേറൊരു ഇത് ഡിഫിക്കൽറ്റി അല്ല, അതൊരു നല്ല കാര്യമാണ്. ഇഗ്നോ ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ പ്രോസസ്സാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇന്റേണൽസും പാസ്സാകണം, എക്സ്റ്റേണൽസും പാസ്സാകണം ഒരു സർട്ടൻ മാർക്സ് വെച്ച്. അപ്പം അത് പലരും വിചാരിക്കുന്ന ഇന്റേണൽസിൽ ഒരു നല്ല മാർക്ക് കിട്ടിയാൽ എക്സ്റ്റേണൽ കുഴപ്പമില്ലെന്ന്. അങ്ങനെ നടക്കാറില്ല. ഇന്റേണൽ ഇപ്പൊ 100% മാർക്ക് കിട്ടിയാൽ പോലും എക്സ്റ്റേണൽ ആ മിനിമം 40% കിട്ടാതെ നിങ്ങൾ പാസ്സാവില്ല. അതാണ് അതിന്റെ വിഷയം. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയോടെ പലരും ജോയിൻ ചെയ്യാറുണ്ട്. പിന്നെ അവര് അത് മനസ്സിലാക്കി പിന്നെ കോഴ്സ് കറക്ഷൻ ഒക്കെ നടത്താറുണ്ട്. നമ്മുടെ റിസൾട്ട് എങ്ങനെയാണ് വരുന്നത്? പാസ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 35 to 40% ഒക്കെ പാസ് പെർസെന്റേജ്. അതെന്താന്ന് വെച്ചാൽ നമ്മളുടെ ഇതിൽ എക്സാക്ട് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഡിഫിക്കൽറ്റി ഉണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു മിനിമം പീരീഡ് ഉണ്ട്, മാക്സിമം പീരീഡ് ഉണ്ട് ഓരോ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ. ഇപ്പൊ BA ഫോർ എക്സാമ്പിൾ മിനിമം പീരീഡ് ഇപ്പൊ 3, ഇപ്പൊ പുതിയ സിലബസ് അനുസരിച്ച് 4, മാക്സിമം എന്ന് പറഞ്ഞാൽ 6 വർഷമാണ്. അപ്പം ഈ വർഷം ജോയിൻ ചെയ്യുന്ന സ്റ്റുഡന്റിന് വേണമെങ്കിൽ അത് 3-4 വർഷത്തിൽ കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 6 വർഷത്തിലും കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അപ്പൊ പാസ് പെർസെന്റേജ് ഏതിന്റെ ബേസിസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും? അവർ പാസ് ഔട്ട് ചെയ്യുന്ന വർഷത്തിന്റെ ബേസിസിൽ കാൽക്കുലേറ്റ് ചെയ്യുമോ അതോ അഡ്മിഷൻ എടുത്ത വർഷത്തിന്റെ? അപ്പൊ രണ്ടിലും വേരിയേഷൻ വരാം. പക്ഷെ ഓരോ വർഷവും നമ്മളുടെ നമ്പർ ഓഫ് ഈ കോൺവൊക്കേഷൻ അവാർഡീസ് നല്ലോണം കൂടുന്നുണ്ട്. അതെ, ഓരോ വർഷവും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ ഓൾ ഓവർ ദ കൺട്രി മോർ ദാൻ 3 ലക്ഷം ഈ ഡിഗ്രീസും ഡിപ്ലോമാസും നമ്മൾ അവാർഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഓരോ വർഷവും കോൺവൊക്കേഷനിൽ ഈ നമ്പർ ഇങ്ങനെ കൂടി വരികയാണ്. അതുകൊണ്ട് പാസ് പെർസെന്റേജ് ഇപ്പൊ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. സിലബസ് നമ്മുടെ ഇവിടുത്തെ ഇപ്പൊ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ കാലിക്കറ്റോ മഹാത്മാഗാന്ധിയോ യൂണിവേഴ്സിറ്റിയുടെ സിലബസുമായി ഇപ്പൊ നമ്മുടെ ഒരു BA പ്രോഗ്രാം ഒരുപോലെ ആയിരിക്കും? ഒരേപോലെ എന്ന് പറഞ്ഞാൽ കണ്ടന്റിൽ വ്യത്യാസം വരും. നമ്മളുടെ എല്ലാം ഇപ്പം അപ് ടു ഡേറ്റ് കണ്ടന്റ് ആണ്, എല്ലാം റിവൈസ് ചെയ്ത കണ്ടന്റ് ആണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഇത് ലോക്കൽ യൂണിവേഴ്സിറ്റീസുമായിട്ട് പല ലോക്കൽ യൂണിവേഴ്സിറ്റീസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ സിലബസ് ബെറ്റർ ആയിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്താ കാരണമുണ്ട്? എന്താണെന്ന് വെച്ചാൽ ഇത് കോൺസ്റ്റന്റ് റിവിഷൻ ഉണ്ട്. പിന്നെ പല സ്പെഷ്യലൈസേഷൻസും ലോക്കൽ യൂണിവേഴ്സിറ്റീസിൽ കിട്ടാത്ത പല സ്പെഷ്യലൈസേഷൻസും ഇതിലുണ്ട്. ഇപ്പം ഈ അഗ്രി ബിസിനസ് മാനേജ്മെന്റ് ഇതൊക്കെ ലോക്കൽ യൂണിവേഴ്സിറ്റീസിൽ പോയാൽ നമുക്ക് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ഫോർ എക്സാമ്പിൾ MBA, അത് ഏത് ലോക്കൽ യൂണിവേഴ്സിറ്റിയാണ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ MBA കൊടുക്കുന്നത്? അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ സിലബസ് വളരെ നല്ലതാണ്. അതുകൊണ്ട് അതേപോലെ എഫേർട്ടും വേണം. പിന്നെ ഈ പ്രാക്ടിക്കൽ കമ്പോണന്റും ഒക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അതിനും എഫേർട്ട് നല്ലോണം ഇടേണ്ടി വരുന്നുണ്ട്. അപ്പൊ കണ്ടന്റ് വൈസ് ആരും ഇഗ്നോയുടെ കണ്ടന്റിനെ പറ്റി ഒരു നെഗറ്റീവ് ഫാക്ടർ ഇതുവരെ പറഞ്ഞിട്ടില്ല. എല്ലാരും പറയുന്നത് കുറെ കൂടെ എഫേർട്ട് വേണമെന്നാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. അതാണ് അതിന്റെ ഇത്. ഇനി സ്റ്റുഡൻസുമായിട്ടുള്ള നമ്മുടെ ഇപ്പൊ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ എൻറോൾമെന്റ് എങ്ങനെയാണ്? ഇത് എൻറോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? എൻറോൾമെന്റ് നമ്മളുടെ ഒരു പോർട്ടലുണ്ട്, സമർത്ഥ് എന്ന് പറഞ്ഞു. സമർത്ഥ് പോർട്ടൽ. അത് സ്റ്റുഡൻസിന് വേണമെങ്കിൽ ഇഗ്നോ സമർത്ഥ് എന്ന് പറഞ്ഞ് ഗൂഗിൾ ചെയ്താൽ ലിങ്ക് കിട്ടും. ഇഗ്നോ സമർത്ഥ് അഡ്മിഷൻ എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് കൊടുത്താൽ മതി. അപ്പം ആ സമർത്ഥിന്റെ ആ ലിങ്ക് കിട്ടും. ആ സമർത്ഥ് പോർട്ടലിൽ ചെന്ന് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഇഗ്നോയുടെ എല്ലാ അഡ്മിഷൻസും ഓൺലൈനാണ്, പേയ്മെന്റും ഓൺലൈനാണ്, ഒരു മിഡിൽ മാനും ഇല്ല ഇഗ്നോയുടെ കേസിൽ. എല്ലാം ഓൺലൈനായിട്ട് ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ എടുത്ത് ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ കൺഫേം ചെയ്യണം. അങ്ങനെയാണ്. അതിൽ റീജിയണൽ സെന്റർ സെലക്ട് ചെയ്യണം, സ്റ്റഡി സെന്ററും സെലക്ട് ചെയ്യണം, രണ്ടും വേണം. എന്നാൽ മാത്രമേ അത് പ്രോസസ് കംപ്ലീറ്റ് ആവും. അതിൽ കാണും ഡ്രോപ്പ് ഡൗൺ മെനു വരും. അത് ആദ്യം നമ്മളുടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത അക്കൗണ്ട് ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പേര് ഒരു അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതുവഴി നമുക്ക് അഡ്മിഷൻ പ്രോസസ് തുടങ്ങാൻ പറ്റും. യൂസർ നെയിം പാസ്വേഡ് വെച്ച് നമുക്ക് അഡ്മിഷൻ തുടങ്ങാം.
അഡ്മിഷൻ ആ പ്രോസസ്സ് പോകുമ്പോൾ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അത് തന്നെ ചോദിക്കും നമ്മളുടെ അടുത്ത്. ഏത് റീജിയണൽ സെന്റർ വേണം, ഏത് സ്റ്റഡി സെന്റർ വേണം, ഏത് പ്രോഗ്രാം വേണം, ഏതൊക്കെ പേപ്പേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യും, ഇതെല്ലാം ചോദിക്കും അതിൽ തന്നെ. ആ പ്രോസസ്സ് ഫോളോ ചെയ്ത് അങ്ങ് പോയാൽ നമുക്ക് ഫൈനൽ പേജാണ് പേയ്മെന്റ്. പേയ്മെന്റ് നമുക്ക് UPI വെച്ച്, ഗൂഗിൾ പേ വെച്ച്, നമുക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ച്, ഡെബിറ്റ് കാർഡ് വെച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പേയ്മെന്റ് ആണ്. അത് കഴിഞ്ഞാൽ ആ പേയ്മെന്റ് ഗേറ്റ്വേ ഫൈനലൈസ് ചെയ്ത പിന്നെ അത് കഴിഞ്ഞ് ഒരു സ്ക്രൂട്ടനി പ്രോസസ് ഉണ്ട്. നമ്മൾ സബ്മിറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ്സ് ജെനുവിൻ ആണോ, അത് നമ്മളുടെ ഏത് പ്രോഗ്രാമിനാണോ അഡ്മിഷൻ എടുക്കുന്നത് അതിനു വേണ്ടി അത് അതിനുള്ള റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്നുണ്ടോ, ആ സ്ക്രൂട്ടനി പ്രോസസ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അഡ്മിഷൻ കൺഫേം ചെയ്യും. ഒരിക്കൽ അഡ്മിഷൻ ചെയ്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ then you are formally a student of IGNOU. കൺഫർമേഷൻ അപ്പം തന്നെ അപ്പോഴല്ല ഈ സ്ക്രൂട്ടിനി അത് ഇച്ചിരി സമയം എടുക്കും. എന്താണെന്ന് വെച്ചാൽ ഈ ജെനുവിൻനെസ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് ഒരു ഇഷ്യൂ ആയതുകൊണ്ട് അത് കൺസേൺഡ് അതോറിറ്റി ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇച്ചിരി IGNOU അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് ഒരു ടൈം ലാഗ് എടുക്കുന്നത്. ഒരിക്കൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആ കൺസേൺഡ് ഇതുമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യും, ജെനുവിൻ ആണോ അല്ലയോ അത് നോക്കും. ഡിജിറ്റൽ ലോക്കറിൽ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസി, അത് ഉടനെ തന്നെ കൺഫേം ആവും. പക്ഷേ നമ്മുടെ പഴയ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർ അതിന് IGNOയ്ക്ക് ഒരു മെക്കാനിസം ഉണ്ട്, അത് ചെക്ക് ചെയ്യാൻ, ക്രോസ് ചെക്ക് ചെയ്യാൻ, ഇത് ജെനുവിൻ ആണോ അതോ ബോഗസ് ആണോ ചെക്ക് ചെയ്യാൻ ഒരു പ്രോസസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഈ കൺഫർമേഷൻ വരത്തുള്ളൂ. അതുകൊണ്ടാണ് പലവർക്കും ഈ പഴയ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ കൺഫർമേഷൻ വരാൻ കുറച്ച് സമയം എടുക്കും. ബൈ മെയിൽ തന്നെ വരും. അത് കഴിഞ്ഞ് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം ഉണ്ട്. എന്ന് പറഞ്ഞാൽ IGNOയുടെ കംപ്ലീറ്റ് സ്കീം എന്താണ്, എങ്ങനെയാണ് IGNOയിൽ പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് പ്രോസസ് ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ IGNOയിൽ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് IGNOയിൽ നിന്ന് കിട്ടുന്നത്, അതെല്ലാം പറയുന്ന ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം ഉണ്ട്. ആ ഇൻഡക്ഷൻ പ്രോഗ്രാം നോർമലി ഒരു 2 hour ഡ്യൂറേഷനിലെ ഇൻഡക്ഷൻ പ്രോഗ്രാമാണ്. നമ്മൾ 2 മോഡിൽ അത് നടത്താറുണ്ട്. ഒന്ന് ഓൺലൈൻ മോഡിൽ നമ്മൾ നടത്താറുണ്ട് ഇൻഡക്ഷൻ. എല്ലാവർക്കും വന്ന് ഫിസിക്കൽ മോഡിൽ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഓൺലൈൻ ആയിട്ട് ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം നടത്തും. പിന്നെ രണ്ടാമത് നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ റീജിയണൽ സെന്ററിൽ അല്ലെങ്കിൽ കൺസേൺ സ്റ്റഡി സെന്ററിൽ വിളിച്ച് സ്റ്റുഡൻസിനെ ഇൻഡക്ട് ചെയ്യും. എന്നിട്ട് അവർക്ക് അപ്പം ഫേസ് ടു ഫേസ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് അവർക്ക് അവരുടെ ഡൗട്ട്സ്, ആ ഡൗട്ട്സ് എല്ലാം ആ പ്രോഗ്രാംസിൽ നമ്മൾ ക്ലിയർ ചെയ്യും. അത് ഓൺലൈനും ഓഫ്ലൈനും 2 വിധത്തിലും നമ്മൾ ക്ലിയർ ചെയ്യും. അപ്പം ആ ഇൻഡക്ഷൻ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ ഈ സ്കോളർ ലിസ്റ്റ് അതായത് സ്റ്റഡി സെന്ററിന് അയക്കും. അപ്പൊ ആ സ്റ്റഡി സെന്റർ സ്റ്റുഡന്റ് സ്ട്രെങ്ത് അനുസരിച്ച് ആ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സസ് പിന്നെ അസൈൻമെന്റ് ഡീറ്റെയിൽസ് ഇതെല്ലാം സ്റ്റുഡൻസിനെ ഇൻഫോം ചെയ്യും. എന്നിട്ട് ആ സ്റ്റഡി സെന്ററിലാണ് ഈ സെഷൻസ് ഒക്കെ നടക്കുന്നത്. അങ്ങനെയാണ് ഈ പ്രോസസ് മെക്കാനിസം. വളരെ പ്രൊഫഷണലായ ഒരു നെറ്റ്വർക്കിങ്ങിലൂടെ ഇതിലേക്ക് എത്തുന്നു. എക്സാം സെന്ററുകൾ സ്റ്റഡി സെന്ററോട് വല്ല ബന്ധമുണ്ടോ? മിക്കവാറും എല്ലാ സ്റ്റഡി സെന്ററും എക്സാം സെന്റേഴ്സ് ആണ്. പക്ഷേ സ്റ്റുഡന്റ് ഒരു സ്റ്റഡി സെന്റർ സ്റ്റഡി സെന്ററിലാണ് ജോയിൻ ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അവിടെ തന്നെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ട്രിവാൻഡ്രത്തെ സ്റ്റുഡന്റ് വേണമെങ്കിൽ കാശ്മീരി എഴുതാം, അതേപോലെ വേണമെങ്കിൽ ദുബായിലും എഴുതാം, അല്ലെങ്കിൽ റാസൽ ഖൈമ എഴുതാം. അപ്പൊ ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അപ്പം അതാണ് ഈ വലിയ നെറ്റ്വർക്കിന്റെ. ഗൾഫിൽ ഇരുന്നുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പലരും കാര്യം ശ്രദ്ധിക്കണം. ഇപ്പൊ നിങ്ങൾ തിരുവനന്തപുരത്തുള്ളപ്പോൾ അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ കൊച്ചിയിലുള്ളപ്പോൾ അല്ലെങ്കിൽ കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറത്തുള്ളപ്പോഴാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തത്. പഠിത്തം നടന്നുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ഒരു ജോലി കിട്ടി അങ്ങ് പോയി. പഠിത്തം മുടക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ പരീക്ഷ എഴുതാൻ തിരിച്ച് മലപ്പുറത്തോ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ വരെ വേണ്ട. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിന് അടുത്ത് തന്നെ ആ രാജ്യങ്ങളിൽ നമുക്ക് എക്സാം സെന്റർ ആവും, അവിടെ നിന്ന് എഴുതാം, പഠിത്തം കണ്ടിന്യൂ ചെയ്യാം. അതാണ് IGNOU, അതാവണം IGNOU. അത് ശരിയാണ്. പക്ഷെ ഇതിൽ ഒരു ക്യാച്ച് ഉള്ള എന്താന്ന് വെച്ചാൽ ഇന്ത്യയിൽ വളരെ സബ്സിഡൈസ്ഡ് റേറ്റ്സിലാണ് ഈ സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഗവൺമെന്റ് ഒരു ഇന്റർവെൻഷൻ ഉണ്ട്, ഗവൺമെന്റ് ഒരു മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. വെളിയിൽ പോയാൽ ഇതല്ല സംഭവം. ഫീസിലൊക്കെ നല്ല വ്യത്യാസം. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇത് MA ഹിന്ദി ഇന്ത്യയില് 11,000 രൂപ ടോട്ടൽ കോസ്റ്റ് വരുന്നുള്ളൂ പ്രോഗ്രാമിന്. പക്ഷേ വെളിയിൽ ചെന്ന് ദുബായിൽ നിന്ന് അതേ അവിടുത്തെ നമ്മളുടെ സപ്പോർട്ട് സെന്ററിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇതിന് 32,000 രൂപയാണ് കോസ്റ്റ് വരുന്നത്. എക്സാമിന് ഇവിടെ എന്ന് പറഞ്ഞാൽ 250 രൂപയുള്ള ഒരു പേപ്പറിന്. അവിടെ എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം $100 അടുത്താവും എക്സാം എഴുതാൻ. അല്ല, $100 അത് കാൽക്കുലേറ്റ്. ഏകദേശം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി ചേഞ്ച് ചെയ്യും, പക്ഷെ ഏകദേശം ആ റേറ്റ് ആവും. അപ്പം നോർമലി നമ്മുടെ സ്റ്റുഡൻസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരിവിടെ അഡ്മിഷൻ എടുക്കും, ഇവിടുത്തെ സ്റ്റഡി മെറ്റീരിയൽ എടുക്കും. പിന്നെ ഇപ്പോഴും ഒരു ഗുണം എന്താന്ന് വെച്ചാൽ പല സെഷൻസും ഓൺലൈനായിട്ട് കിട്ടും അവർക്ക്. നമ്മളെ ക്ലാസ്സസ് ഒക്കെ പലതും ഓൺലൈനാണ്.
ഓഫ്ലൈനും ഉണ്ട് ഓൺലൈനും ഉണ്ട്. അപ്പം ഓൺലൈൻ അവർ അറ്റൻഡ് ചെയ്യും. എന്നിട്ട് പരീക്ഷയുടെ സമയത്ത് അവർ ഇന്ത്യ വന്ന് പരീക്ഷ എഴുതും. അതാണ്. അപ്പൊ നാട്ടിലെല്ലാരെയും കാണുകയും ചെയ്യാം. അപ്പം വന്ന് പരീക്ഷ എഴുതിച്ച് അവർ പൈസയും കുറവ്, ഇവിടെ വരാം, ഇവിടെ വന്ന് തിരിച്ചും പോവാം വേണമെങ്കിൽ. അതാണ് ഫീസ് വ്യത്യാസമുണ്ട്. എന്താന്ന് വെച്ചാൽ സാർക്ക് കൺട്രീസിന് മാത്രമേ ബെനിഫിറ്റ് ഉള്ളൂ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പോളിസിയാണല്ലോ, ഇദ്ദേഹത്തിന് അറിയാമായിരിക്കും. നമ്മൾ സാർക്കിന് വേണ്ടി ഒരു സാറ്റലൈറ്റ് വരെ ലോഞ്ച് ചെയ്തതാണ്. അപ്പൊ സൗത്ത് ഏഷ്യൻ കൺട്രീസിന് ആ പ്രിഫറൻസ് ഉണ്ട്. പക്ഷെ സൗത്ത് ഏഷ്യയുടെ വെളിയിൽ പോയാൽ കമേഴ്ഷ്യൽ റേറ്റ്സിൽ തന്നെ അവർ ഓപ്പറേറ്റ് ചെയ്യും. അതിനൊരു മാറ്റത്തിന് അത് റേറ്റ് കൂടാനേ ചാൻസ് ഉള്ളൂ. ഓപ്പറേഷണൽ കോസ്റ്റ് കൂടുമ്പോൾ അത് കൂടാനേ ചാൻസ് ഉള്ളൂ. നമുക്ക് അവിടെയും സ്റ്റഡി സെന്റേഴ്സ് ഉണ്ടല്ലോ അല്ലേ? ഇപ്പം വിസ്ഡം ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനത്തെ സ്റ്റഡി സെന്റേഴ്സ് ഒക്കെ ഉണ്ട്. അത് നമ്മളുടെ ഇന്റർനാഷണൽ ഡിവിഷൻ ഇഗ്നോയുടെ വെബ്സൈറ്റിൽ www.igno.ac.in അതിൽ പോയിട്ട് ഇന്റർനാഷണൽ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്. അപ്പൊ അതിന്റെ അടിയിൽ ഈ സെന്റേഴ്സിന്റെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പം എവിടെയാണോ നിങ്ങളുടെ ലൊക്കേഷൻ അതനുസരിച്ച് അവിടെ നമുക്ക് ഈ സെന്റേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിൽ തന്നെ ഒരു സൈഡിൽ വേറൊരു ലിങ്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് അവിടെ ആക്ടിവേറ്റ് ചെയ്ത് അതിന്റെ ഒരു ലിസ്റ്റ് കിട്ടും. അതാണ്. എല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. എക്സാക്ട്ലി. പഠിക്കാം, നമുക്ക് രജിസ്റ്റർ ചെയ്യാം, എൻറോൾ ചെയ്യാം. നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ബൈ പോസ്റ്റ് വരുന്നുണ്ട്. അതെല്ലാം മെയിൽ വഴി അത് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും. നമ്മുടെ ഓപ്ഷൻ. ഇപ്പം നമ്മൾ ഓൺലൈൻ സ്റ്റഡി മെറ്റീരിയലാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓൺലൈൻ ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽ വരും. നമ്മളുടെ മെയിലിൽ സ്റ്റഡി മെറ്റീരിയൽ എല്ലാം വരും. പക്ഷേ ഓൺലൈൻ ഓപ്റ്റ് ചെയ്ത ഒരു ഗുണം എന്താന്ന് വെച്ചാൽ 15% ഫീസിൽ റിഡക്ഷൻ ഉണ്ട്. അതെ, എന്നുവെച്ചാൽ ഹാർഡ് കോപ്പി നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഫീസ് ഓട്ടോമാറ്റിക് ആയിട്ട് 15% കുറയും. അതേ സമയത്ത് ഇന്ത്യയിലുള്ള സ്റ്റുഡൻസ് നോർമലി അവര് ഹാർഡ് കോപ്പിയാണ് ഓപ്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പലർക്കും ഇത് കോമ്പറ്റേറ്റീവ് എക്സാംസും അങ്ങനത്തെ കാര്യങ്ങൾക്കും പ്രിപ്പയർ ചെയ്യാൻ ഒരു ഇൻവാല്യുബിൾ അസറ്റ് ആണ്. അപ്പം അവര് എസ്പെഷ്യലി നമ്മളുടെ ഇപ്പൊ പുതിയ സ്റ്റുഡന്റ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് വരുന്നത് 18 to 30 ഏജ് ഗ്രൂപ്പിലാണ്. പണ്ടത്തെ പ്രൊഫൈലൊക്കെ പോയി. ഈ വയസ്സന്മാര് എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ കാര്യം പോലെ ആ പ്രൊഫൈല് ഗ്രാജുവലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ യങ്സ്റ്റേഴ്സ് ആണ് കൂടുതലും ഇഗ്നോയിലേക്ക് വരുന്നത്. അപ്പൊ അവരെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഞാൻ കണ്ടിരിക്കുന്നത് ഈ ഹാർഡ് കോപ്പി തന്നെയാണ്. അത് നല്ലോണം ഡിസൈൻ ചെയ്ത മെറ്റീരിയലുമാണ്. അപ്പൊ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസും ഫ്യൂച്ചറിൽ അവർക്ക് ഇതൊക്കെ റെഫറൻസിനൊക്കെ ഒത്തിരി ഉപയോഗം വരും. പക്ഷെ ഫോറിൻ സ്റ്റുഡൻസ് ഞാൻ കണ്ടിരിക്കുന്നത് കൂടുതലും അവര് ഓൺലൈൻ മെറ്റീരിയലാണ് പ്രിഫർ ചെയ്യുന്നത്. അതെനിക്ക് തോന്നുന്നു അത് ഈ പോസ്റ്റിൽ അങ്ങോട്ട് വെളിയിൽ അയച്ചു കൊടുക്കാനായിട്ട് ഇവർക്ക് പ്രൊവിഷൻ ഇല്ല. അപ്പൊ അവര് ഓൺലൈൻ ഹാർഡ് കോപ്പി അയക്കാനായിട്ട്. അപ്പം ഓൺലൈനായിട്ട് അപ്പൊ തന്നെ ഓൺലൈൻ പ്രിന്റ് എടുക്കാം, അത് വേണമെങ്കിൽ എടുക്കാം. അതുപോലെ അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടും. ഒരിക്കൽ അഡ്മിഷൻ കൺഫേം ചെയ്ത കുറച്ച് മണിക്കൂറുകൾക്ക് അവർക്ക് ചിലപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ കിട്ടും, ചില എക്സെപ്ഷൻസ് ഒഴിച്ച്. സ്റ്റഡി മെറ്റീരിയൽ തയ്യാറാക്കുന്നത് റീജിയണൽ സെന്ററുകൾക്ക് അതിനകത്ത് കോൺട്രിബ്യൂഷൻ ഉണ്ടോ? ചില കേസസിലുണ്ട്. ചില കേസ് ഇപ്പം നമ്മള് ചില ഇതിൽ എക്സ്പേർട്സ് ഇപ്പം റീജിയണൽ സെന്ററിൽ ഉണ്ടെങ്കിൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്യും. അല്ലാതെ നോർമൽ പ്രോസസ്സിൽ നമ്മൾ ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ചാണ് സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്നത്. അവിടുത്തെ സ്കൂൾസ് ഓഫ് സ്റ്റഡീസിന്റെ അകത്താണ് ഈ സ്റ്റഡി മെറ്റീരിയൽ എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അതെല്ലാം പ്രിപ്പയർ ചെയ്ത് റീജിയണൽ സെന്ററുകളിൽ വരികയാണോ? അത് കഴിഞ്ഞ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നോർമലി പ്രിന്റിംഗ് യൂണിറ്റ് ഉണ്ട്. അവിടെ തന്നെ ഡൽഹിയിൽ പ്രിന്റിംഗ് യൂണിറ്റ് ഉണ്ട്. പ്രിന്റിംഗ് യൂണിറ്റ് അത് ശരിക്കും ഈ സ്റ്റഡി മെറ്റീരിയൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വളരെ കോംപ്ലക്സ് ഇഷ്യൂ. ആദ്യം ഇതിന്റെ ലേഔട്ട് ഡിസൈഡ് ചെയ്യും. അതിന് ടീം ഓഫ് എക്സ്പെർട്സ് ഉണ്ട്. ഈ പേജ് എങ്ങനെ ഇരിക്കണം, കംഫർട്ടബിൾ ആണോ സ്റ്റുഡന്റിന് വായിക്കാൻ, സ്റ്റുഡന്റ് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യൂ, അങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാൻ ഒരു ടീം ഓഫ് എക്സ്പെർട്സ് ഉണ്ട്. പിന്നെ കണ്ടന്റ് ഡിസൈഡ് ചെയ്യാൻ വേറൊരു ടീം ഓഫ് എക്സ്പെർട്സ് ഉണ്ട്. ഇതല്ലാതെ പ്രിന്റിംഗ് ക്വാളിറ്റി ഡിസൈഡ് ചെയ്യാൻ വേറൊരു ടീമുണ്ട്. ഇവരെല്ലാരും കൂടെ ചേരുമ്പോഴാണ് ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റഡി മെറ്റീരിയൽ വെളിയിൽ വരുന്നത്. എന്നിട്ട് അത് പ്രിന്റിങ്ങിന് അയക്കും. പ്രിന്റിങ്ങിന് പിന്നെ കൊട്ടേഷൻ സിസ്റ്റവും അതും ഒക്കെ ഉണ്ട്. ജം വഴി കൊട്ടേഷൻസ് എടുക്കുക, ആ പ്രോസസ്സൊക്കെ നടക്കും. ഇതെല്ലാം പ്രിന്റ് ചെയ്തിട്ട് അവര് ബൈ പോസ്റ്റ് സ്റ്റുഡന്റിന് അവരുടെ അഡ്രസ്സിൽ അയച്ചു കൊടുക്കും. ഹാർഡ് കോപ്പി ആവശ്യപ്പെടുന്നവർക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കും. അതാണ് ഈ പ്രോസസ്. നമുക്ക് റീജിയണൽ സെന്ററിൽ ഇതിന്റെ കോപ്പി വരുമോ? റീജിയണൽ സെന്ററിൽ അങ്ങനെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഓൺലൈൻ ആയിട്ട് അവൈലബിൾ ആയതുകൊണ്ട് അവര് അങ്ങനെ വരാറില്ല. പക്ഷെ ലോക്കൽ സ്റ്റുഡൻസിന് സപ്ലൈ ചെയ്യാനായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ റീജിയണൽ സെന്ററിലേക്ക് വരാറുണ്ട്. അതാണ് ഇപ്പൊ ട്രിവാൻഡ്രം സിറ്റിയുടെ അകത്ത് തന്നെ ഉള്ള സ്റ്റുഡൻസിന് ഇവിടുന്ന് തന്നെയാണ് മിക്കവാറും സ്റ്റഡി മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ ഇഗ്നോയുടെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും സ്പർശിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഇനിയും ചോദിക്കാനുണ്ട്, നമുക്ക് മറ്റൊരവസരത്തിലാകാം. നമ്മളിപ്പോൾ തിരുവനന്തപുരം റീജിയണൽ സെന്റർ പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ
നമുക്കിവിടെ ഇപ്പൊ ഈ എൻറോൾമെന്റിന്റെ കാര്യത്തിലും ഒക്കെ എങ്ങനെയാണ് മൊത്തത്തിൽ വളരെ വളരെ നല്ലോണം നടക്കുന്നുണ്ട്. കേരളം ആസ് സച്ച് എൻറോൾമെന്റിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഇഗ്നോയുടെ. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എൻറോൾമെന്റ് ഉള്ള കേരളത്തിൽ. അതെ അതെ. അതിൽ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എൻറോൾമെന്റ് ഉള്ള റീജിയണൽ സെന്റർ വടകര റീജിയണൽ സെന്റർ. ഞാൻ നേരത്തെ പറഞ്ഞോളെ ഏകദേശം 40,000-ന്റെ മേളിൽ സ്റ്റുഡൻസ് വടകര ഓരോ വർഷവും ജോയിൻ ചെയ്യുന്നു. അവിടെ സ്ട്രെങ്ത് ഉണ്ട്. പക്ഷെ ട്രിവാൻഡ്രം ഒട്ടും പുറകിലല്ല. ട്രിവാൻഡ്രം നമുക്ക് ജോഗ്രഫിക്കൽ ജൂറിസ്ഡിക്ഷൻ കുറവാണ് കമ്പയർഡ് ടു അതർ റീജിയണൽ സെന്റേഴ്സ്. 3 ഡിസ്ട്രിക്ട്സേ ഉള്ളൂ കേരളത്തിൽ. ഒരെണ്ണം ഉള്ളത് തമിഴ്നാട്ടിലാണ്. കന്യാകുമാരി ഡിസ്ട്രിക്ട് റീജിയണൽ സെന്റർ. എനിക്ക് തോന്നുന്നു അതൊരു കൾച്ചറൽ യൂണിറ്റി ഉള്ളതുകൊണ്ട് അവരെങ്ങനെ ഇട്ടാണെന്ന് തോന്നുന്നു. അപ്പം ഈ 4 ഡിസ്ട്രിക്ട്സ് ആണ് നമുക്കുള്ളത്. കന്യാകുമാരി, പിന്നെ തിരുവനന്തപുരം, പത്തനംതിട്ട, അങ്ങനെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു എൻറ്റിറ്റിയാണ് ട്രിവാൻഡ്രം റീജിയണൽ സെന്റർ. എന്നിട്ട് പോലും നമ്മളെ എൻറോൾമെന്റ് വളരെ നല്ലതാണ്. ഇപ്പം തന്നെ എല്ലാ വർഷവും ഓരോ സൈക്കിളിൽ തന്നെ മോർ ദാൻ ഫ്രഷ് അഡ്മിഷൻ തന്നെ 10,000-ന്റെ മേളിൽ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും കൂടുതൽ ഡിഗ്രി പ്രോഗ്രാംസിനുണ്ട്, PG പ്രോഗ്രാംസിനും ഓൾമോസ്റ്റ് ബാലൻസ്ഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല ഈ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും എല്ലാം കൂടെ ചേർത്ത ഒരു ഏകദേശം 30,000 സ്റ്റുഡൻസ് ഓരോ വർഷവും ഇഗ്നോ റീജിയണൽ സെന്റർ ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട്. അപ്പം അത് തന്നെ ഒരു നല്ല നമ്പറാണ്. അത് നമ്മളൊരു കൺവെൻഷണൽ യൂണിവേഴ്സിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ 30,000-40,000 സ്റ്റുഡൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക് ആണ്. അത് പക്ഷെ അത്രയും സ്റ്റുഡൻസ് ഇഗ്നോയിൽ വരുന്നുണ്ട്. അത് മാത്രമല്ല ഇഗ്നോ ഇപ്പം നമ്മൾ ഒരു പുതിയ നോവൽ സ്കീം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം കാട്ടാക്കട കൺസ്റ്റിറ്റ്യുവൻസി, അതിന് ആ കാട്ടാക്കട കൺസ്റ്റിറ്റ്യുവൻസിയിൽ 6 വില്ലേജസ് വരുന്നുണ്ട്. ആ 6 വില്ലേജസും നമ്മൾ 100% ഗ്രാജുവേറ്റ് ആക്കാനുള്ള ഒരു യത്നം തുടങ്ങിയിട്ടുണ്ട്. അത് സക്സീഡ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലെ ഫസ്റ്റ് ഗ്രാജുവേറ്റ് കൺസ്റ്റിറ്റ്യുവൻസി ആവും കാട്ടാക്കട. അതിപ്പോ മിഷൻ മോഡലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ അഡ്മിഷൻ സൈക്കിൾ തൊട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇഗ്നോ ആണ് ഹെഡ് ചെയ്യുന്നത്. ഇഗ്നോ ആണ് ആ സ്കീം ഇത് ലോക്കൽ MLA ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ കോഓപ്പറേഷൻ വെച്ച് നമ്മൾ ഈ പ്രോഗ്രാം ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് മിഷൻ മോഡൽ. അതെ അതെ. അപ്പം അറിയാമായിരിക്കും ശ്രീ IB സതീഷാണ് ലോക്കൽ MLA കാട്ടാക്കടയുടെ. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തു. നമ്മൾ ഈ 100% ഗ്രാജുവേറ്റ് കൺസ്റ്റിറ്റ്യുവൻസി ആക്കാനുള്ള ശ്രമം ഇത് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻസും ലോക്കൽ ഫംഗ്ഷണറീസും എല്ലാം വളരെ ആക്റ്റീവായിട്ട് നമ്മളുമായിട്ട് കോഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത് സക്സീഡ് ചെയ്താൽ ഡെഫിനറ്റ്ലി ഇത് കാട്ടാക്കട കൺസ്റ്റിറ്റ്യുവൻസി അണ്ടർ ദ ഓസ്പീസസ് ഓഫ് ഇഗ്നോ ഇന്ത്യയിലെ ഫസ്റ്റ് ഗ്രാജുവേറ്റ് കൺസ്റ്റിറ്റ്യുവൻസി ആവും. അപ്പൊ അതിൽ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മൾ കാട്ടാക്കട തിരഞ്ഞെടുക്കാൻ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റീജിയണൽ സെന്ററുമായിട്ടുള്ള പ്രോക്സിമിറ്റി ആയിരുന്നു. നമുക്ക് എപ്പോ വേണമെങ്കിലും പോയി ഇന്റർവ്യൂ ചെയ്യാം. നമുക്കൊരു ദൂരെ ഒരു സ്ഥലം ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് പോയി വരാനായിട്ടൊക്കെ ഉള്ള ഡിഫിക്കൽറ്റി ഒത്തിരി ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ഒന്നെന്ന് പറഞ്ഞാൽ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ജെൻഡർ വൈസും ഒരു പാരിറ്റി ഉണ്ട്. ഓൾമോസ്റ്റ് 50-50 ആണ് മെയിൽസും ഫീമെയിൽസും. ഫീമെയിൽസ് ഇച്ചിരി കൂടുതലാണ്, എന്നാലും പാരിറ്റി ഉണ്ട്. പിന്നെ റീസണബിളി നല്ല നമ്പർ ഓഫ് SC/ST കാൻഡിഡേറ്റ്സും ഉണ്ട്. അപ്പം എല്ലാ സെക്ഷൻസ് ഓഫ് സൊസൈറ്റിയും നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് അതിന്റെ ഇമ്പാക്ട് കൊണ്ടുവരാനും നമുക്ക് ഉണ്ട്. അവിടെ ക്രൈസ്റ്റ് കോളേജ് മാറനല്ലൂർ അവിടെ വളരെ അടുത്താണ്. അപ്പം അതൊരു ബേസ് ആക്കിയാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ അവിടെ SC/ST സ്റ്റുഡൻസ് ഈ 3 ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിന് അഡ്മിഷൻ എടുക്കുന്ന SC/ST സ്റ്റുഡൻസിന് അവർക്ക് ഫ്രീ ആയിരിക്കും. BA, BSc, BCom അവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് SC/ST സ്റ്റുഡൻസിന് അവിടെ നമ്മൾ കൊടുക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് അതൊരു ജനറൽ പാറ്റേൺ തന്നെയാണ്. ഇഗ്നോയിൽ ഈ 3 പ്രോഗ്രാംസിനും അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഇത് എന്താ പറയുന്നത്, BA ജനറൽ, BCom ജനറൽ, ഈ BSc ജനറൽ, ഈ 3 പ്രോഗ്രാംസിനും SC/ST സ്റ്റുഡൻസിന് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അവർക്ക് ഡെവലപ്മെന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു 500 രൂപ മാത്രമേ ചാർജ് ചെയ്യുന്നു. അത് ഒരു നാഷണൽ സ്കീം തന്നെയാണ്. അതല്ലാതെ തന്നെ ബാക്കിയുള്ള എലിജിബിൾ സ്റ്റുഡൻസിന് ഈ ഗ്രാൻഡ് സ്കീം പ്രകാരം സർട്ടൻ ഇൻകം ലെവലിന്റെ താഴെയുള്ള കുട്ടികൾക്ക് ഫീ റിയംബേഴ്സ്മെന്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ എക്കണോമിക്കലി ബാക്ക്വേർഡ് സ്റ്റുഡൻസിന് ഈ സമൃദ്ധി സ്കീം അനുസരിച്ച് നമുക്ക് ഫീ റിയംബേഴ്സ്മെന്റ് പ്രൊവിഷൻ ഉണ്ട്.
അത് മാത്രമല്ല നാഷണൽ സ്കോളർഷിപ്പ് സ്കീമിന്റെ കീഴിൽ പോലും ഇഗ്നോ സ്റ്റുഡൻസിന് ഫീ റീഎംബേഴ്സ്മെന്റ് അല്ലെങ്കിൽ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. അപ്പം അതൊക്കെ വെച്ച് നമ്മൾ ഈ സ്കീം ഒന്ന് ഒരു മിഷൻ മോഡിൽ റൺ ചെയ്യാൻ സംശയം. ഇത്തരത്തിലുള്ള ഇത്രയും ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നു, ഒരുപാട് സൗകര്യങ്ങൾ ചെയ്യുന്നു, ഫ്രീ പഠിപ്പിക്കുന്നു, റീബേസ് ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ ഒരു അവയർനെസ് ഉണ്ടോ മൊത്തത്തിൽ ജനങ്ങൾക്ക്? അവയർനെസ് ഇപ്പം വരുന്നുണ്ട്. കുറെ ശരിക്കും നമ്മൾ ഡിസയർ ചെയ്യുന്ന ലെവൽ ഓഫ് അവയർനെസ് ഇല്ല, വന്നിട്ടില്ല. അതുകൊണ്ടാണ് പലരും ഇതിന്റെ ബെനിഫിറ്റ് എടുക്കാൻ. അതെ അതെ അതെ. അപ്പൊ ആ ഒരു അവയർനെസ് ഇപ്പം ഇദ്ദേഹത്തിന്റെ ഈ പ്രോഗ്രാം വഴി ഇങ്ങനത്തെ ഞാൻ നേരത്തെ നമ്മൾ ഇന്റർവ്യൂ വരുന്നതിന് മുമ്പ് ഞാൻ സാറിനോട് പറഞ്ഞു, നമ്മുടെ റേഡിയോ നമ്മൾ എവിടെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അത് ഈ 2016 ജനുവരി 22 നമ്മുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയമായ അബുദാബിയിലാണ് നമ്മൾ ചെയ്തത്. അന്ന് ഞാൻ അവിടെ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ റേഡിയോ നമ്മൾ പൊസിഷൻ ചെയ്യുന്നത് ഇതൊരു യൂട്ടിലിറ്റി റേഡിയോ എന്ന് പറഞ്ഞതിനകത്താണ്. ദിസ് ഈസ് എ യൂട്ടിലിറ്റി റേഡിയോ. വാട്ട് ഈസ് പ്രവാസി ഭാരതി റേഡിയോ? പ്രവാസി ഭാരതി റേഡിയോ ഇസ് എ യൂട്ടിലിറ്റി റേഡിയോ. വാട്ട് ഈസ് യൂട്ടിലിറ്റി? അതാണ് പിന്നീട് വരുന്നത്. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ പൊസിഷൻ ചെയ്തുകൊണ്ട് തന്നെ സാറിനെ പോലും ഇവിടെ വരുന്ന റിസോഴ്സ് പേഴ്സൺസ് എഡ്യൂക്കേഷനിലെ അല്ലെങ്കിൽ മറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ അല്ലെങ്കിൽ പ്രവാസി ക്ഷേമത്തിന്റെ ഒക്കെ വരുന്നവരൊക്കെ ഞാൻ എല്ലാവരോടും ഞാൻ ചോദിക്കുന്ന ഒരു കോമൺ ചോദ്യമാണിത്. വേണ്ടുന്നൊരു അവയർനെസ്സിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ മീഡിയക്കാരെന്ന നിലയ്ക്ക് ഞങ്ങൾ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നവരാണ്. അവരെ പ്രശ്നങ്ങൾ പറയും. നമ്മുടെ റേഡിയോയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നല്ല കടുത്ത ഭാഷയിൽ ഞങ്ങൾ കേൾക്കേണ്ടി വരും. പക്ഷെ വി ആർ ഡയറക്ട്ലി ഇന്ററാക്ട്. അപ്പൊ അവിടെ നമ്മൾ ഇന്ററാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉപരിപ്ലവമായ ചില ചോദ്യങ്ങൾ, രാവിലെ കാപ്പ് കുടിച്ചോ, ഇതൊന്നും അല്ല ഞങ്ങൾ ചോദിക്കുന്നത്. അവരുടെ മനസ്സിലേക്ക് നമ്മൾ എത്തപ്പെടുന്നുണ്ട്. അതാണ് പ്രവാസി ഭാരതിക്ക് കിട്ടിയ ഒരു പൊസിഷനും. അവരുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ട്, അവരുടെ ദൈനംദിന പ്രശ്നങ്ങളിലേക്ക് വരുന്നുണ്ട്. നമ്മളാരും പൊളിറ്റീഷ്യൻസ് ഒന്നുമല്ല. പക്ഷെ ആ കിട്ടുന്ന സംഗതി അവിടെ നമ്മൾ ആർജിച്ചെടുക്കുന്ന ആ ഒരു ആശയമുണ്ടല്ലോ, അത് നമ്മൾ എത്തിക്കേണ്ട സ്ഥലത്ത് പലപ്പോഴും എത്തിക്കാറുണ്ട്. അതിന് പിന്നെ അത് ഇപ്പൊ ഇവൻ ഈ പ്രവാസി ഇവിടെ ഇപ്പൊ പ്രവാസി ഇപ്പൊ എന്താണ് ലോക കേരള സഭയിൽ വെച്ച എല്ലാ പ്രോജക്റ്റുകളും ഞങ്ങൾ ഇവിടുന്ന് എഴുതി തയ്യാറാക്കി 2016 ശ്രീ പിണറായി വിജയന് കൊടുത്ത പേപ്പറാണ് ഈ വരുന്നത്. പക്ഷെ ഒരു സ്ഥലത്ത് പോലും പ്രവാസി ഭാരതിയുടെ പേര് പറഞ്ഞിട്ടില്ല. ഈവൻ ലോക കേരള സഭയിൽ എനിക്ക് പോലും അംഗത്വമില്ല. പക്ഷെ ഞങ്ങൾ കൊടുത്ത ബുക്കാണ്. 141 MLA-മാർക്ക് ഞങ്ങൾ കൊടുത്തു, 20 MP-മാർക്ക് കൊടുത്തു, എല്ലാ പാർട്ടി അധ്യക്ഷന്മാർക്ക് കൊടുത്തു. എത്ര എഫേർട്ട് എടുത്താൽ കൊടുക്കാൻ പറ്റും സാർ? അബുദാബി ഇരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഞങ്ങളെ പുകഴ്ത്തിയതല്ല, ഞാൻ പറയുന്നത് വേണ്ടതിന്റെ അവയർനെസിന്റെ അഭാവം മൊത്തത്തില് ഞങ്ങളെ പോലെ മീഡിയക്കാർ പെട്ടെന്ന് തിരിച്ചറിയുന്നത്. അത് ഇഗ്നോയെ സംബന്ധിച്ചും എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇഗ്നോയുടെ പൊസിഷൻ? ഞാൻ പോലും ഇപ്പോഴാണ് ഇത്രയും മനസ്സിലാക്കുന്നത്. നമ്മളൊരു വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന കുറച്ച് വിവരങ്ങളല്ലേ നമുക്ക് മനസ്സിലാക്കി. അല്ല, അത് ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഞാൻ ഇപ്പം ഇഗ്നോയുടെ 1/10 പറഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. സോഷ്യൽ ഇന്റർവെൻഷൻ ഇഗ്നോ നടത്തുന്ന പലർക്കും അറിയത്തില്ല. ഞങ്ങൾ പത്തനംതിട്ടയിൽ ഞങ്ങൾക്ക് ഒരു അഡോപ്റ്റഡ് വില്ലേജ് ഉണ്ട്. ആ അഡോപ്റ്റഡ് വില്ലേജിൽ അവിടെ വിമൻസ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിനെ എംപവർ ചെയ്യാൻ വേണ്ടി ഈ CFL ലാംസ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ട്രെയിനിങ് പ്രോഗ്രാം സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങൾ കൊടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രാവശ്യവും ഓരോ വർക്ക്ഷോപ്പിലും 6 ദിവസത്തെ വർക്ക്ഷോപ്പാണ് നമ്മൾ നടത്തുന്നത്. അതിൽ അറ്റ്ലീസ്റ്റ് 30 ലേഡീസിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് അവരെ പര്യാപ്തമായി ആക്കിയിട്ട് അവർക്ക് സ്വന്തമായിട്ട് ഒരു CFL ലാമ്പ് ഫാബ്രിക്കേഷൻ യൂണിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള എല്ലാ സ്കിൽസും കൊടുത്ത് നമ്മൾ വിടുന്നുണ്ട്. അതൊന്നും ആരും ശരിക്കും വെളി വരുന്നില്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പല മെയിൻ സ്ട്രീം മീഡിയ യൂണിറ്റ്സും കുറച്ച് സെൻസേഷണൽ ഏരിയാസിലാണ് അവർക്ക് ഫോക്കസ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് നമ്മുടെ ആണെന്ന് പറഞ്ഞ കാരണം അതിന്റെ ഒരു അഭാവം നമുക്ക് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും സാർ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാവും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ റേഡിയോയിൽ നമ്മുടെ അനീഷ് വായിച്ചൊരു വാർത്തയാണ് BSNL ജിയോ തമ്മിൽ താരതമ്യം ചെയ്തിട്ട്. ജിയോയുടെ റേറ്റ് കൂടുതൽ വന്നപ്പോഴാണ് പറഞ്ഞത് BSNL-ലേക്ക് ആൾക്കാർ വരുമോ എന്നൊരു ന്യൂസ് കൊടുത്തു. 1.5 ലക്ഷം പേര് കണ്ടു. സാർ എനിക്ക് 15 കോൾ വന്നു. 15 കോൾ എന്നെ വിളിച്ച് ചോദിക്കുന്നത് BSNL ഓഫീസല്ലേ സാർ മനസ്സിലാക്കണം. കാരണം അവർക്ക് അതുപോലും കൃത്യമായി മനസ്സിലായിട്ടില്ല. അപ്പൊ നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങിയ ഒരു അവയർനെസ് കൊടുത്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഉപരിപ്ലവമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കില്ല. അതുകൊണ്ടാണ് എനിക്കിത് കേട്ടോണ്ടത്. ഇപ്പൊ എനിക്ക് തന്നെ അറിയില്ലായിരുന്നു പല കാര്യങ്ങളും. കാരണം നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പുതിയ മേഖലകൾ രൂപം കൊള്ളുന്നു, പുതിയ പുതിയ ഏരിയാസ് വരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഉടൻ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്നു. ലോകത്താർക്ക് അത് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ല. അപ്പൊ ആ സംഗതി പോലും നമ്മൾ എത്തുന്നുണ്ടോ എന്നുള്ള സംശയം ഞാൻ ചോദിച്ചിട്ടുണ്ട് മാത്രമേ. ഏതായാലും വളരെ ദീർഘമായി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. ഇനി അധികം വൈകാതെ തന്നെ
കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ചെറിയ ചെറിയ ഘട്ടങ്ങളായിട്ട് ചെറിയ ചെറിയ സെഗ്മെന്റുകളായി നമ്മുടെ വിഷ്വൽ റേഡിയോയിലും അതോടൊപ്പം നമ്മുടെ ഓൺലൈൻ റേഡിയോയിലും നമ്മൾ പ്രക്ഷേപണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സാർ വീണ്ടും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തണം എന്ന് അഭ്യർത്ഥിച്ചു. വളരെ സന്തോഷം. ഇത്രയും സമയം ഞങ്ങളോട് ചെലവഴിച്ചതിന് സാറിന് എല്ലാവിധ ഭാവുകങ്ങളും ഒപ്പം ഇഗ്നോയ്ക്കും വളരെ നന്ദി. നിങ്ങളുടെ കോർപ്പറേഷൻ എന്നും ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കൂടെ കാണണമെന്നുള്ള ഒരു അഭ്യർത്ഥനയോടെ. തീർച്ചയായിട്ടും സാർ, തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്.